ഈ ഓരോ സഭയുടെയും യഥാർത്ഥ ആരോഗ്യം എന്ന് പറയുന്നത് അവിടുത്തെ യൗവനക്കാർ എന്ത് വിശ്വസിക്കുന്നു, അവർ എന്തിനു വേണ്ടി ജീവിക്കുന്നുള്ളതാണ്. നമ്മൾ നാലാം തലമുറ, മൂന്നാം തലമുറ വിശ്വാസികൾ എന്നൊക്കെ പറയുമ്പോഴേക്കും പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് കുറഞ്ഞു വരികയാണ്, എൻ്റെ പവർ കുറഞ്ഞു വരിക. പെന്തക്കോസ്തിൻ്റെ ഒന്നാമത്തെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര തീഷ്ണമായ വിശ്വാസത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിലേക്ക് വരും തോറും ഇത് കുറഞ്ഞു വന്ന് നമ്മൾ അവസാനം വിശ്വാസം പോലും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് നമ്മുടെ കുട്ടികൾ ഇന്ന് നേരിടുന്നത്? നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ജനറേഷൻ ഗ്യാപ്പ് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 500 വർഷം മുമ്പ് ഉള്ളൊരു സമയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 1500 AD 1500 എടുത്തു കഴിഞ്ഞാൽ 1200 ജനവും 1500 ജനവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അവരും കുതിരപ്പുറത്ത് പോകുന്നു, അവരും കൃഷി ചെയ്ത് ജീവിക്കുന്നു, അവരും വ്യാപാരത്തിന് പോകുന്നു, കച്ചവടം ചെയ്യുന്നു, എല്ലാം ഒരുപോലെ തന്നെയാണ്. അതായത് ഒരു 200 500 600 വർഷം കഴിഞ്ഞാലും ഒരു ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ കാരണം ഈ ജനറേഷൻ, അതായത് നമ്മുടെ യൗവനക്കാർ പെട്ടെന്ന് ഈ ഗ്യാപ്പ് ഉണ്ടാകുന്ന ഒരു സമയം അന്നുണ്ടായിരുന്നില്ല. കാരണം തലമുറകൾ തമ്മിൽ വ്യത്യാസമില്ല. പേരൻസ് ചിന്തിക്കുന്നത് തന്നെ മക്കൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സംഭവിക്കുന്നത്, ഞാൻ ഒരു 1995 2000 കേട്ടത് 40 വർഷം കൊണ്ടാണ് ഒരു ജനറേഷൻ ഷിഫ്റ്റ് ആകുന്നതെന്നാണ്. അതായത് തോട്ട് പ്രോസസ്സ്, ചിന്തകൾ, ആഗ്രഹങ്ങൾ, കാഴ്ചപ്പാടുകൾ എല്ലാം ഷിഫ്റ്റ് ആവാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണോ നമ്മുടെ കാഴ്ചപ്പാട് അത് വേറൊന്നായി മാറാൻ 40 വർഷമാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്, ഇത് 40 വർഷം പോയിട്ട് വളരെ പെട്ടെന്ന് ഒരു ദശാബ്ദത്തിൽ തന്നെ പുറകിലുള്ളവരും ഇന്നുള്ളവരും തമ്മിൽ ഭയങ്കര ഗ്യാപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നാണ് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിത രീതികളെല്ലാം മാറുന്നത്. പഴയതുപോലെയല്ല, ഭയങ്കര റാഡിക്കൽ ഷിഫ്റ്റ് ഓരോ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു 20 വർഷം മുമ്പ് ജീവിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവർ തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. നമ്മളെപ്പോഴും ആൾക്കാർ പറയും 90s കിഡ്സ്, 2000 കിഡ്സ്. ഇപ്പോഴത്തെ 2020s എന്ന് വന്നു കഴിയുമ്പോഴേക്കും ടോട്ടലി ഡിഫറെൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഷിഫ്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ആൾക്കാർ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വരാൻ ഒരു 1.5 മണിക്കൂർ എടുക്കും. ഞങ്ങൾ 2 കിലോമീറ്റർ ദൂരെയാണ് സ്കൂളെങ്കിൽ ആ 2 കിലോമീറ്റർ കൂട്ടുകാരുടെ വർത്തമാനം പറഞ്ഞ് അപ്പുറത്തുള്ള പശുവിനെയും കാളയെയും പോത്തിനെയും എണ്ണി കണക്കെടുത്ത് വീട്ടിൽ വരുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ കളിക്കാൻ പോകും. അങ്ങനെ വീട്ടിൽ കയറി വരുന്ന ഒരു 7 മണിയെങ്കിലും ആവും. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിള്ളേർ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. അന്ന് വീട്ടിൽ കയറടാമെന്ന് പറഞ്ഞ് പേരൻസ് വഴക്കുണ്ടാക്കിയിട്ട് ഇന്ന് വെളിയിലൊന്ന് ഇറങ്ങടാമെന്നും പറഞ്ഞ് പേരൻസ് വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് കസിൻസ് അവധി വരുമ്പം വീട്ടിൽ പോകുന്നു, അമ്മ വീട്ടിൽ പോകുന്നു, സഹോദരങ്ങളുടെ വീട്ടിൽ പോകുന്നു, അവരുടെ മക്കളുമായിട്ട് കളിക്കുന്നു. അപ്പോൾ ഒരു കസിൻസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ട്, അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാം പരസ്പരം അറിയുന്നു, പരസ്പരം വിസിറ്റ് ചെയ്യുന്നു, അമ്മ വീട്ടിൽ പോയി ഒരാഴ്ച താമസിക്കുന്നു, അപ്പൻ്റെ അനിയൻ്റെ വീട്, ചേട്ടൻ്റെ വീട്, അമ്മയുടെ വീട്, ആങ്ങളുടെ വീട്, ഇങ്ങനെ അനേകം ബന്ധുക്കൾ. അതുകൊണ്ട് ഈ പഴയകാലത്തെ ആൾക്കാർ ബന്ധുക്കളെക്കുറിച്ചൊക്കെ പറയുമ്പം പിള്ളേർക്ക് അതിനകത്ത് വലിയ മൈൻഡൊന്നുമില്ല, അവർക്ക് വലിയ ബന്ധുത്വമൊന്നുമില്ല. നമ്മുടെ ഒരു ജനറേഷൻ മുമ്പുള്ളവർ പറഞ്ഞു, അയ്യോ എൻ്റെ അപ്പൻ അവിടെ, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്, അപ്പൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് അപ്പുറത്ത്, എല്ലാം അറിയില്ല. അങ്ങനെയല്ലേ? നമ്മുടെ കാരണന്മാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ കണക്കും അവർക്കറിയാം. ദേശത്തുള്ള സകല മനുഷ്യരെ അറിയാം. ഇന്ന് ആ വിൻഡോയുടെ അപ്പുറത്ത് താമസിക്കുന്ന ആളെക്കുറിച്ച് യാതൊരു പിടിയുമില്ല. തന്നെയല്ല, സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അറിയില്ല ഈ പിള്ളേർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ പിള്ളേരുടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാക്ടറാണ് ഇന്ന്. പ്രൈവസി, എൻ്റെ പ്രൈവസി എന്നാണ് പിള്ളേർ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈവസി അല്ല സീക്രസി. നമുക്ക് സീക്രസിയുടെ ആവശ്യമില്ല, പ്രൈവസി മതി. പ്രൈവറ്റായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യേണ്ടി വരും, പക്ഷേ സീക്രട്ടായിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ എന്തെങ്കിലും സീക്രട്ടായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ അതിന് അടിമയെന്നാണ്.
സോ വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ഇൻ സീക്രട്ട്. ഇപ്പോൾ നമ്മൾ കുളിക്കുന്നു, അതൊരു പ്രൈവറ്റ് വർക്കാണ്, നാട്ടിൽ നോട്ടീസ് അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ സീക്രട്ട് വർക്കല്ല, എല്ലാവർക്കും അറിയാം നമ്മൾ കുളിക്കില്ല, അറിയില്ലേ? ദാറ്റ്സ് നോട്ട് എ സീക്രട്ട് വർക്ക്. അപ്പോൾ ഇന്ന് കുട്ടികളുടെ സീക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലാരെങ്കിലും വരുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഇഷ്ടമില്ല. വീട്ടിൽ വരുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പഴയ സ്വഭാവം വെച്ച് അപ്പനന്മാർ പറയും, ഒന്ന് ഇറങ്ങി സംസാരിക്കരുതേ, അങ്കിൾ ഒന്ന് ആൻറ്റി ഒന്ന്, ഏത് അങ്കിൾ ഏത് ആൻറ്റി. ഇവർക്കതൊന്നും, ഇവരുടെ മൊബൈലിലെ ഗെയിം എപ്പോൾ സ്റ്റോപ്പ് ആവുന്നതാണ് ഇവരുടെ ചിന്ത. അപ്പോൾ തലമുറകൾ മുമ്പോട്ട് പോകുന്തോറും മനുഷ്യരോടുള്ള കണക്ഷൻ, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അതിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. അവരവരുടെ കാര്യമല്ലാതെ വേറൊരാൾക്ക് എൻ്റെ റൂമിൽ സ്പേസ് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലേക്ക് കാണുന്നത്. അതുകൊണ്ട് എന്താ, കല്യാണം കഴിച്ച് കഴിയുമ്പോഴും ഒരാളെ ചെന്ന് അകത്തോട്ട് ചെന്ന് ആ റൂം തുറക്കുമ്പോഴാണ്, കല്യാണം കഴിച്ച് ഭാര്യ ആകുമ്പോഴായിരിക്കും റൂം തുറക്കുന്നത്. അന്നേരമാണ് അയാൾ അസ്വസ്ഥനാകുന്നത്. കാരണം അയാൾക്ക് പ്രൈവസിയാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഇന്നും കല്യാണം കഴിച്ചു പോലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. പല സഹോദരിമാരും പല മക്കളും പറയുന്നത് വിവാഹമേ വേണ്ടെന്നാണ്. മടുപ്പാണ്, ബന്ധങ്ങളെല്ലാം മടുപ്പാണ്. അപ്പോൾ വലിയ ഭയങ്കരമായ ഷിഫ്റ്റാണ് നാട്ടിലെല്ലാം നടക്കുന്നത്. പിള്ളേരുണ്ടാകുന്ന എണ്ണം വളരെ കുറവാണ്. പല സ്ഥലത്തും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. എത്രയോ ആൾക്കാർ വിവാഹം കഴിച്ച് വർഷങ്ങളായിട്ടും പണ്ടത്തെ പോലെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് തന്നെ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു തലമുറ ഷിഫ്റ്റ് ആവാൻ 40 വർഷമൊന്നും വേണ്ട. ഇനി നിങ്ങൾ കണ്ടോ, ഒരു 5 വർഷം കഴിയുമ്പം നമ്മുടെ പിള്ളേർ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെ ലോകം വളരെ വേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. തലമുറകളുടെ ഈ പുതിയ ലോകം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനകത്തുള്ളൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ വേഗം ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ അടിമകളായിട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് യൗവനക്കാർക്ക് ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ബ്രെയിൻ ഡ്രെയിനാണ്. ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മൾ സാധാരണ ബ്രെയിൻ ഡ്രെയിൻ ഉപയോഗിക്കുന്ന ഈ വിവരമുള്ളവരെല്ലാം ഇന്ത്യയിൽ നിന്ന് വിട്ട് കാനഡയിലോട്ട് UK യിലോട്ടൊക്കെ പോകുന്നതിനെ കുറിച്ചാണ്. കാരണം ബ്രെയിനുള്ള ആൾക്കാരെല്ലാം ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അവിടെ IELTS എഴുതി പാസ്സാവാത്തവരും. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇയർ ഫിസിക്സിന് അഡ്മിഷൻ നേടിയപ്പം അവിടുത്തെ ആൾക്കാർ സെക്കൻഡ് ഇയറിലെ പിള്ളേർ വന്ന് പരിചയപ്പെടുന്ന അക്കേല എന്നൊരു സംഘടനയുടെ ആൾക്കാരാണ്. എന്താണ് അക്കേല? ഓൾ കേരള എൻട്രൻസ് ലൂസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ എൻട്രൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് തോക്കുന്നവരാണ് ഡിഗ്രിക്ക് ചേരുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എഴുതിയിട്ട് തോക്കുന്നവരും വിദേശത്ത് കടന്നു പോകാൻ പറ്റാത്തവരുമായ പിള്ളേരാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതിനെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഇവിടുന്ന് ഒഴുകി പോവുക. ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ അതല്ല, ബ്രെയിൻ ഇല്ലാതായി പോവുകയാണ്. അതായത് എങ്ങും പോകുന്നില്ലെന്ന് മാത്രമല്ല, അത് കർത്താവിന് പ്രയോജനമുള്ള രീതിയിലാകാൻ പറ്റുന്നില്ല. അതായത് ഇനി അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് തെരുവുകളെല്ലാം സുവിശേഷം പറയുമായിരുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പം കേൾക്കുന്നവർക്ക് അയ്യോ ഇത് സത്യമാണല്ലോ ഇവർ പറയുന്നത്, ഞങ്ങൾ ഇത്രയും നാളും വിശ്വസിച്ചുകൊണ്ടിരുന്ന കള്ളമായിരുന്നല്ലോ, ഇത് സത്യം കൂടുതൽ അറിയണം. അപ്പം അതൊക്കെ ഇറങ്ങിപ്പോരുക. അങ്ങനെ ഈ പെന്തക്കോസ്ത് സഭയൊക്കെ ഉണ്ടായത്. യാക്കോബായെന്നും ഓർത്തഡോക്സെന്നും CSI എന്നും മർത്തോമായെന്നും ഒക്കെ ആൾക്കാർ ഇറങ്ങി ഞങ്ങൾ അടുത്ത ലെവൽ ഓഫ് സത്യത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പെന്തക്കോസ്തിലേക്ക് വന്നത്. ഇന്ന് അവരോട് നിങ്ങൾ എത്ര സത്യം പറഞ്ഞാലും അവർ വെളിയിൽ വരില്ല. കാരണം സത്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനു വേണ്ടി വില കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ എത്ര സത്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും അതിനു വേണ്ടി വില കൊടുക്കുന്നവരുണ്ടാവില്ല. നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച പഴയ പോലെ. കാരണം ട്രൂത്ത് ഫ്രീ ആക്കുന്നില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഭർത്താവിൻ്റെ നിർബന്ധമില്ല, ഭാര്യയുടെ ആരുടെ നിർബന്ധമില്ല എങ്കിൽ പോലും പിന്നെയും ഓർത്തഡോക്സ് പള്ളി കുർബാന കാണാൻ പോകുന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ബിക്കോസ് ദ ട്രൂത്ത് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദം. അപ്പം നമ്മൾ എത്ര ട്രൂത്ത് വിളിച്ചു പറഞ്ഞാലും ഒരാളും കൺവിൻസ്ഡ് ആകുന്നില്ലെന്ന് മാത്രമല്ല, കൺവിൻസ്ഡ് ആയാലും ആ ട്രൂത്തിലേക്ക് മൂവ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്തൊരു കാലം.
ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫിലോസോഫിക്കൽ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? നമ്മൾ ഇന്ന് ഉത്തരാധുനികത, പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫിക്കൽ സ്ട്രീമിലാണ് നമ്മൾ ഇന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അത് എല്ലാവരും അങ്ങനെയാണ്, ലോകം മുഴുവൻ അങ്ങനെ ആകുന്നത്. അതൊരു കൾച്ചറൽ എവല്യൂഷൻ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക എവല്യൂഷൻ, പരിണാമം, സാംസ്കാരിക പരിണാമമാണ്. ഉദാഹരണത്തിന് ഞാൻ 1-2 സ്റ്റോറീസ് പറയാം, ചെറിയ സ്റ്റോറീസ്. 1996 ജനുവരി 1-ാം തീയതി ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഒരു സപ്ലിമെൻ്റായിട്ട് ഫോളിയോ എന്നും പറഞ്ഞൊരു മാസിക വരെ ഇറക്കുമായിരുന്നു. 2 ആഴ്ചയിലൊരിക്കലും മറ്റത് വന്നുകൊണ്ടിരുന്നു. അത് തുടങ്ങുമ്പം അതിനകത്ത് ആദ്യത്തെ പേജിലൊരു കഥയുണ്ടായിരുന്നു. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കഥയാണ്. അവർ ഉത്തരാധുനികത എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞിരിക്കുകയാണ്. ആ കഥ ഇതാണ്. ഒരു പെൺകുട്ടി, ബ്രാഹ്മിൻ പെൺകുട്ടി. ബ്രാഹ്മണരുടെ പ്രത്യേകത എന്താണ്? അവർ നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല, പ്യൂർ വെജാണ്. അതാണ് സങ്കല്പം. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ ഭയങ്കര കൺസർവേറ്റീവാണ്, പൂജയും കർമ്മങ്ങളും ഇതെല്ലാം ചെയ്ത് പക്ക വെജിറ്റേറിയൻ. ആരെങ്കിലും ഇറച്ചി തിന്നുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉള്ളൂ ലിറ്ററലി വൊമിറ്റ് ചെയ്യും. ഇറച്ചി കഴിക്കുന്ന കാര്യം പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യും. അൺസഹിക്കബിൾ. പക്ഷേ ഈ കുട്ടി കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് നല്ല ഒന്നാന്തരമായിട്ട് പൊറോട്ട, ചിക്കൻ കറിയും കഴിക്കും. അന്നേരം വൊമിറ്റിംഗ് ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ലിറ്ററലി വൊമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലേണിങ്, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ ഒരു എക്സാമ്പിളിൽ പറയാം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ശങ്കർദയാൽ ശർമ്മ. നിങ്ങൾക്കറിയാം ശങ്കർദയാൽ ശർമ്മ? ഈ ശങ്കർദയാൽ ശർമ്മ ഫിസിക്സിലൊരു പ്രൊഫസറായിരുന്നു. അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് വിഭാഗം പ്രൊഫസറായിരുന്നു. ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ PhD വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, ഇന്ത്യയുടെ പ്രസിഡന്റ്. അദ്ദേഹം അലഹബാദ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ 5 ദിവസം ക്ലാസ് എടുക്കും. 6-ാം ദിവസം പുട്ടപ്പുറത്തിയിൽ വന്ന് സായിബാബയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണിട്ട് പറയും, നീയാണ് എൻ്റെ ദൈവം. അപ്പോൾ പുള്ളി 5 ദിവസം പഠിക്കുന്ന ഫിസിക്സ് പുള്ളി 6-ാം ദിവസത്തെ പുള്ളിയുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അറിവ് കിട്ടിയാലും അറിവ് അനുസരിച്ച് ജീവിതം മാറുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അറിവും സത്യവും ശരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരി, എന്താണ് സത്യം? നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു നോക്കി, ക്ലാസ്സിലിരിക്കുമ്പം, അല്ലെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ഒരു സാറ് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? എന്ത് പറയും? 10-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കൊച്ചിനോട് അവിടുത്തെ സാറ് വന്ന്, ബയോളജി സാറ് വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ഉത്തരം പറയുക. എന്തു പറയും? പ്രൈമേറ്റുകളിൽ നിന്നും പല നൂറ്റാണ്ടുകളുടെ, സഹസ്രാബ്ദങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെയാണ് ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവർഗം ഉണ്ടായത്. ഇങ്ങനെയല്ലേ പറയുന്നത്? ആണോ അല്ലയോ? ഇതേ സാറ് പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ ഇതേ ചോദ്യം ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മോനെ മനുഷ്യനുണ്ടായത്? അതേ സാറ് സൺഡേ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ വരുമ്പോൾ ഈ സാർ എന്താ ചോദിക്കുന്നത്? ഹൗ വാസ് മാൻ ക്രിയേറ്റഡ്? Then our children would say, God made a model of a man out of the soil from the Garden of Eden and breathed into his nostrils and he became a man. The 2 answers, right? Which is the correct one? Both are correct. The first answer is correct in the school. The second answer is correct in the Sunday school. But what is the truth? അപ്പോൾ പിള്ളേർ പറയും, അത് അറിഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അവിടെ മാർക്ക് കിട്ടണം. Truth, what is the truth? I am not concerned about the truth. It should be convenient for everyone. ഇതെല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവിടെ ചെല്ലുമ്പം അത് കറക്റ്റ്, ഇവിടെ വരുമ്പം ഇത് കറക്റ്റ്. ഇതിനെയാണ് നമ്മൾ ഉത്തരാധുനിക ചിന്ത. അതായത് ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് ഇല്ല. ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ എല്ലാം ആപേക്ഷികമാണ്. നീ ഏത് പാരാമീറ്ററിൽ നിന്ന് നോക്കുന്നു, ഏത് പാരഡൈമിൽ നിന്ന് നോക്കുന്നു, അതുപോലെയാണ്. ഇപ്പോൾ ബൈബിൾ വായിക്കുമ്പം വായിച്ചിട്ട് പറയും, ബ്രദറെ കണ്ടില്ലേ യേശുക്രിസ്തുവിൻ്റെ സത്യം എഴുതി വെച്ചിരിക്കുന്നത്?
അന്നേരം പറയും, നിങ്ങൾ നോക്കുമ്പോൾ അത് അങ്ങനെയാണ് കാണുന്നത്, ഞങ്ങളുടെ പാസ്റ്റർ നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കാണുന്നത്. തീർന്നില്ലേ? ഇതിനെ വിവരിക്കാൻ വേറൊരു കഥ സാധാരണ ആൾക്കാർ പറയാറുണ്ട്. ഇത് ഈ പിള്ളേരുടെ പ്രതിഭാസമാണ്. അത് അവർക്ക് ഒരേ സമയത്ത് പ്രാർത്ഥിക്കാനും അന്യഭാഷ പറയാനും ഭയങ്കര ഭക്തരായിട്ട് ജീവിക്കാനും അതേ സമയത്ത് കൂട്ടുകാരുടെ പോയി കള്ളു കുടിക്കാനും ആനന്ദിക്കാനും എല്ലാം പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗമായിട്ട് കണക്റ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ലൈഫാണ് ഈ ഉത്തരാധുനിക ചിന്താഗതി. ഇവർക്ക് മനസ്സിലായത്? അപ്പം നിങ്ങൾ പറയും പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഈസിയായിട്ട് പറ്റുന്നുണ്ട്, ഞങ്ങൾ എന്തെല്ലാം തല്ലിപ്പൊളി സ്വഭാവം കാണിച്ചിട്ട് ഞായറാഴ്ച ഒന്ന് സുന്ദരമായിട്ട് ആരാധിക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യനിങ്ങനെ പടം വരയ്ക്കുന്ന ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പെയിൻറ്റ് പാത്രം അതിനകത്ത് കലക്കി വെച്ചിരുന്ന പെയിൻറ്റ് മറിഞ്ഞു പോയി. അപ്പോൾ അതിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കി ആ പാത്രം അതിനകത്ത്, ഏതാ ഈ ക്യാൻവാസിൽ. പുള്ളി അതവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന്, അവിടുത്തെ സെർവൻറ്റ് വന്നിട്ട് വിചാരിച്ച് ഇയാൾ വരച്ച പടമായിരിക്കും എന്ന് വിചാരിച്ച് അതൊരു ഭിത്തിയെ തൂക്കി. അതിനകത്ത് പല വർണ്ണങ്ങളുണ്ട്, പല കളറുകളുണ്ട്. അപ്പോൾ ഒരുത്തനത് കാണാൻ വരികയാണ്. കാണാൻ വന്നിട്ട് പറയാം, ഓ എത്ര മനോഹരമായ ആശയം. ഇപ്പോൾ ഈ വരച്ചവൻ, ഈ പെയിൻറ്റ് കമത്തിയവനോട് ഇരിപ്പുണ്ട്. ഇപ്പം പറയാണ്, കറുപ്പ് മനുഷ്യൻ്റെ നിരാശയെ സൂചിപ്പിക്കുന്നു, മഞ്ഞ മരണത്തെ സൂചിപ്പിക്കുന്നു. അവിടെ കാണുന്ന ചുവപ്പ് പച്ചയും നോക്കൂ, ചുവപ്പെന്ന് പറയുന്നത് രക്തം ഒഴിക്കാതെ അഭിവൃദ്ധിയിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് കാണിക്കുന്നു. വിപ്ലവം ജയിക്കട്ടെ ഒരുത്തൻ പറഞ്ഞത്. ഈ എഴുതിയവൻ ഒരു പിടിയില്ല, ഇതൊന്നും അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതായത് ബൈബിൾ വായിക്കുമ്പം മത്തായി എന്തുദ്ദേശിച്ചെന്നല്ല എൻ്റെ വിഷയം, പൗലോസ് എന്തുദ്ദേശിച്ചൊന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? എനിക്കെന്ത് മനസ്സിലായി? അത് തെറ്റാ ബ്രദറെ, അത് സാരമില്ല, എനിക്കിത് അനുഗ്രഹമായി. തെറ്റായിരിക്കും, പക്ഷേ എനിക്കിത് മതി. അപ്പോൾ എക്ലിപ്സ് ഓഫ് ദ ട്രൂത്ത് ഈസ് എക്ലിപ്സ്ഡ്. We no longer value the truth, and truth no longer sets us free. We are not bound by the truth. We are easily deceived by falsehood. ഓക്കെ, ഇപ്പോൾ പിള്ളേർക്ക് വരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതാണ്. ഈ മനുഷ്യരുടെ ഫാക്കൽറ്റീസിലുണ്ടായ ഭയങ്കരമായ ബ്രെയിൻ ഡ്രെയിൻ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പിള്ളേർക്ക് ഒരു 20-25 വർഷം മുമ്പുള്ള പിള്ളേരുടെ അത്തരം കഴിവുകളില്ല. എക്സാമ്പിൾ, അമ്മയ്ക്ക് ഒരു 5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും നമ്മൾ പറയുന്നു, 5 കിലോമീറ്റർ ഉള്ളൂ ബ്രദറെ എന്ന് പറയുന്നത് അല്ലേ. ഇന്നൊരു 200 മീറ്റർ ദൂരെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നെങ്കിൽ അടുത്തെങ്ങും പാർക്കിംഗ് കിട്ടില്ല എന്ന് പറയും. കാരണം ആ 200 മീറ്റർ നമ്മൾ നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ്. പിള്ളേരാണെങ്കിൽ ആ 200 മീറ്റർ നമ്മുടെ നാട്ടിൽ ഓട്ടോ വിളിച്ചു പോകും. ബിക്കോസ് ദ കേപ്പബിലിറ്റി ടു വാക്ക്, ആ ഫിസിക്കൽ ആയിട്ടുള്ള പണി ചെയ്യാനുള്ള ആരോഗ്യം, പറമ്പിലിറങ്ങി അധ്വാനിക്കാനുള്ള ആരോഗ്യം, ആ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ആ ഫാക്കൽറ്റി നമ്മുടെ പിള്ളേർക്ക് കുറഞ്ഞോ കൂടിയോ? പറ, കുറഞ്ഞു. ഇനി അടുത്ത കേട്ടോ, ഒരു ശുദ്ധമായ ഭാഷ സംസാരിക്കാനുള്ള കഴിവ്. വെൻ യു സ്പീക്ക് മലയാളം, സ്പീക്ക് ഇൻ പ്യുവർ മലയാളം. വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, സ്പീക്ക് ഇൻ പ്യുവർ ഇംഗ്ലീഷ്, ദറ്റ് ലിറ്ററൽ ലാംഗ്വേജ്. ദാറ്റ് ഈസ് നോ ലോങ്ങർ പോസിബിൾ. കവിത എഴുതുന്നവർ, കഥ എഴുതുന്നവർ, ഭാവനയുള്ളവർ, ഭാഷ ഭംഗിയായി ശുദ്ധിയായി ഉപയോഗിക്കുന്നവർ, ഇവരുടെ എല്ലാ എണ്ണം കുറഞ്ഞു വരുന്നു. ഇന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ മുഴുവൻ ഗ്രാമർ മിസ്റ്റേക്കാണ്, ദേ ഡോണ്ട് മൈൻഡ് ഇറ്റ്. മലയാളം പറയുമ്പോഴും മുഴുവൻ ഗ്രാമർ മിസ്റ്റേക്കാണ്, ദേ ഡോണ്ട് മൈൻഡ്. ദേ ഡോണ്ട് നോ എനി ലാംഗ്വേജ് ക്ലിയർലി ആൻഡ് പ്രോപ്പർലി. ഓക്കെ ആണോ? ഇനിയും പറയാം, വായിക്കാനുള്ള കഴിവ്. പണ്ടൊക്കെ എത്ര വേണേലും വായിക്കാം. ഇപ്പം എനിക്ക് ഈ ബൈബിൾ ഇങ്ങനെ പിടിക്കുമ്പം, ഇത് ഇന്നലെ വായിച്ച ഗിരിപ്രഭാഷണം ഇവിടെ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ ഇന്ന് ഇങ്ങനെ പിടിക്കുമ്പം എനിക്കിങ്ങനെ നോക്കുമ്പോഴേ അറിയാം, ഓക്കെ ഇത്രയും മനസ്സിലായി. കാരണം നമ്മൾ വായിച്ച് ശീലമുണ്ട്. പക്ഷേ ഇന്ന് പിള്ളേരുടെ അടുത്ത് പുസ്തകം വായിക്കാൻ കൊടുത്താൽ അവരുടെ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാനുള്ളൊരു ക്ഷമ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അത് യൂട്യൂബിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെവിയിൽ വെച്ച് കേൾക്കുന്നതാണ് അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം. ആണോ അല്ലയോ? ആണോ? ഞാനൊരു ദിവസം എൻ്റെ മകനോട് പറഞ്ഞു, നീ പുസ്തകം ഒന്ന് വായിക്കടാ എന്ന് പറഞ്ഞു കൊടുത്ത് പറയാം, ആ പപ്പ വായിച്ചിട്ട് എൻ്റെ കഥ പറഞ്ഞു തന്നാൽ. They find it very difficult to open the book and read by page by page by page.
അപ്പം നിങ്ങൾ വിചാരിക്കും, എന്തിനാ വായിക്കുന്ന, കണ്ടാ പോരെ? കണ്ടാ പോരാ, വായിക്കണം. കാരണം അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി. ഇത് ബൈബിളിലെ വാക്യം. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. അപ്പം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, കർത്താവ് ഇങ്ങനെ നടന്നൊരു മലയിൽ, മലയുടെ മുകളിൽ ഇരിക്കുന്നു. പാറയുടെ പുറത്തായിരിക്കോ, പുല്ലിൻ്റെ പുറത്തായിരിക്കോ? പറ, അറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സങ്കല്പിക്കുക, അത് പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ ചിലർ സങ്കല്പിക്കും പുല്ലിൻ്റെ പുറത്തായിരിക്കും ഇരുന്നത്, ചിലർ സങ്കല്പിക്കും പാറയുടെ പുറത്തായിരിക്കും ഇരുന്നത്. നമുക്ക് സങ്കല്പിക്കാം. ഏത് വസ്ത്രമായിരിക്കും ധരിച്ചിരുന്നത്? നമുക്ക് സങ്കല്പിക്കാം. ഒരു വെള്ള, എൻ്റെ മുകളിൽ റെഡ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സങ്കല്പിക്കാം. ഏതായാലും പാൻറ്റും ഷർട്ടും അല്ലായിരുന്നു, അന്നത്തെ കാലത്തെ വേഷമായിരുന്നു. അടുത്തത്, അവൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നു. എത്ര പേരുണ്ടായിരുന്നു? 10-ാം അധ്യായത്തിലാണ് ശിഷ്യന്മാരുടെ ലിസ്റ്റ് നമ്മൾ കാണുന്നത്. ഈ 5-ാം അധ്യായത്തിലുള്ള ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? ആദ്യത്തെ കുറച്ച് ശിഷ്യന്മാർ. അവരെത്ര പേരുണ്ടായിരുന്നു? പറഞ്ഞിട്ടില്ല. ഇനി ഇത് വീഡിയോ ആയിട്ട് കാണിക്കുമെന്ന് വിചാരിച്ചോ? വീഡിയോ ആയിട്ട് കാണിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ വേഷം നിങ്ങൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല, അവർ സങ്കല്പിച്ചോളൂ. ഇരിക്കുന്ന പുല്ലിന്മേർത്താണോ കല്ലിൻ്റെ മുകളിലാണോ നിങ്ങൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല, അത് ഡയറക്റ്റ് ചെയ്യുന്നയാളുടെ ഭാവനയാണ്, അല്ലേ? ആണോ? എത്ര ശിഷ്യന്മാരെടുത്തുണ്ടെന്നുള്ളത്? യേശുവിനെ കാണാൻ എത്ര പേരാ വന്നത്? എന്താ മഗായി, ഏതാ, വാട്ട് യു സേ, വാട്ട് യു കോൾ ദം, ദ വൈസ് മെൻ ഫ്രം ദ ഈസ്റ്റ്. എത്ര പേരാ വന്നേ? എത്ര പേരാ വന്നേ? ഹൗ മെനി പീപ്പിൾ കെയിം ഫ്രം ദ ഈസ്റ്റ് ടു സീ ഇൻഫാന്റ് ജീസസ്? 3? ആർ യു ഷുവർ? ആർ യു ഷുവർ? ഹൗ മെനി? 3? Can you show that in the Bible? I will help you. It's in Matthew chapter 2. Verse 1. എത്ര പേരാ വന്നത്? How many people came? Huh? You saw 3? എത്ര പേരാ വന്നേ? കണ്ടുപിടിച്ചില്ല ഇതുവരെ? പറ, എത്ര പേരാന്ന് പറഞ്ഞിട്ടില്ല. കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. ഇപ്പം 3 പേരായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യാൻ കാരണം പൊന്നും മീറയും കുന്തിരിക്കും കൊണ്ടുവന്നുകൊണ്ടാണ്. അതെല്ലാ രാജാക്കന്മാർക്കും ഇവർ കൊടുക്കുന്ന സാധനം. അതുകൊണ്ട് 3 പേരൊന്നും അസ്യൂമില്ല. അപ്പം നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഈ 3 എന്നുള്ള സംഖ്യ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്, അല്ലേ? ശരിയല്ലേ? നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതുവരെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന 3 പേരാന്നാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാവനയിൽ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിയൽ അല്ല. അതുകൊണ്ട് പുസ്തകം വായിക്കുമ്പം നമ്മളങ്ങ് സങ്കല്പിക്കും, ശരിയല്ലേ? ആണോ? അതേസമയത്ത് അവർ കാണിച്ചു തരുവാണെങ്കിലോ നമുക്കൊന്നും സങ്കല്പിക്കാനില്ല. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കേണ്ട സമയമേ ഇല്ല. ആര് ചിന്തിച്ചോളും? കാൽക്കുലേറ്റർ ചിന്തിച്ചോളും, അല്ലേ? 78 44 എത്രയാ? 122, അല്ലേ? ആണോ? 78 44 122 അല്ലേ? അതെ. അത് നേരത്തെ നമുക്കറിയാം, ഇത് കാൽക്കുലേറ്റർ മനസ്സിൽ പെട്ടെന്ന് വരും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡിലൊരു ഒരു മെത്തേഡ് ഉണ്ട്. 70 4 7 4 11 110 8 4 12. പക്ഷെ ഇന്ന് പിള്ളേർക്കത് പറ്റിയല്ല. അവർക്ക് കാൽക്കുലേറ്റർ അടിച്ചു 78 പ്ലസ് ഓർമ്മയില്ല 44. ഓക്കെ, ഒരു പ്രസ് അടിച്ച് എക്സ്ട്രാ ആയിപ്പോയാൽ അത് 122 എന്നുള്ള 244 ആവും. എന്തെല്ലാം കഴിവുകളാണ് കുറഞ്ഞു പോയി നിങ്ങൾ ആലോചിക്കുക. ചിന്തിക്കാനുള്ള കഴിവ്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ആരാ ഇപ്പോൾ ചെയ്യുന്നത്? പറ, ആരാ ചെയ്യുന്നത്? മെഷീൻസാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികളും ഇന്ന് ചെയ്യുന്നത് മെഷീൻസാണ്. ഇത്രയും കുഴപ്പമില്ല. ഇനി നമ്മൾ ചിന്തിക്കാനും കൂടെയുള്ള ശേഷിയും കൂടെ ആ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറും മരപ്പാവകളായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നറിയോ? അന്ത്യകാലത്ത് ഈ ലോകത്തെ ശാസ്ത്രം വെച്ച് സാത്താൻ പിടിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. ഹെൽപ്ലെസ് ആയ, ചിന്താശക്തി ഇല്ലാത്ത, സത്യത്തിന് വില കൊടുക്കാൻ പറ്റാത്ത, ആർക്കും സ്വാധീനിക്കാവുന്ന, ഏതാശയങ്ങൾക്കും വഴിപ്പെട്ടു പോകുന്ന, വളരെ വൾണറബിളായിട്ടുള്ള ഒരു യങ് ഗ്രൂപ്പ് ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്?
Actually, the devil is stealing humanity from the human beings. Are you getting me? അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്, വെൻ യു ലിസൺ ടു ദ ട്രൂത്ത് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ യു. ആൻഡ് ഞാനിത് ഈ വിഷ്വൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ അടിമാലില്ല, ഞങ്ങളുടെ വീട്ടിൽ രാജാക്കാട് നിൽക്കുക. അപ്പോൾ രാജാക്കാട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് മുകളിൽ ഒരു വലിയ മലയുണ്ട്. അന്ന് ഞങ്ങൾ വിചാരിച്ചു എവറസ്റ്റിനേക്കാൾ വലുത് ഈ മലയാണ്, കാരണം വേറെ മലയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ മലയിൽ ജീപ്പ് കയറി പോകുമ്പം ജീപ്പ് ഇങ്ങനെ പുറകോട്ട് മലർന്നു പോകും, അതുപോലത്തെ മലയാണ്. മനസ്സിലാകുന്നുണ്ട്? ഫ്രണ്ട് ഇങ്ങനെ തള്ളി. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഒരു 3-4 പേര് എന്നിട്ട് ബോണറ്റിൽ കയറിയിരിക്കും. ഭയങ്കര റിസ്കി യാത്രയാണ് മലയുടെ മുകളിൽ പോകണമെങ്കിൽ. ആ മലയുടെ മുകളിൽ നിന്ന് ഒരു ജീപ്പ് ഉരുണ്ട് വീണു താഴെ റോഡിൽ വന്ന് കിടന്നു. ഞാനിങ്ങനെ കാണുകയാണ്, നമുക്ക് മുമ്പിൽ നിന്ന് കാണാം മലയുടെ മുകളിൽ നിന്ന് ജീപ്പ് കറങ്ങി താഴുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുക, എനിക്ക് ഒരു ഫീലിങ്ങും ഇല്ല. എന്താ കാരണം എന്നറിയോ? ഞാനിത് 100 പ്രാവശ്യം ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എ വീഡിയോ. ഒരാൾ വെടിവെച്ച് കൊല്ലും, നമ്മൾ കാണുന്നു വീഡിയോ ഗെയിമിൽ വെടിവെച്ച് കൊന്നവരേ ഉള്ളൂ. ദാറ്റ്സ് ദ ഓൺലി ഫീലിംഗ് ദാറ്റ് വി ഹാവ്. അന്നാണ് ഞാനിത് മനസ്സിലാക്കിയത്. നമ്മൾ കൂടുതൽ ടി വിയിലൂടെ കരച്ചിൽ കാണുന്നു, അമ്മയമ്മ കരയിപ്പിക്കുന്നു, മരുമക്കൾ കരയുന്നു, കണ്ണീർ സീരിയൽ കണ്ട് അവർക്ക് നിത്യജീവിതത്തിൽ ആരോടും ഒരു സിമ്പതിയുമില്ല. ബിക്കോസ് ദേ ആർ ലൂസിങ് ദെയർ ഇമോഷൻസ്. പഴയ കാലത്ത് അറിയാം, നിസ്സാര കാര്യം മതി പിള്ളേർ പ്രതികരിക്കും, എന്നാരും മിണ്ടത്തില്ല. എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ ദെയർ കംഫർട്ട് സോൺസ്. എന്തിനാ ഇങ്ങനെയുള്ളൊരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കുന്നറിയോ? അന്ത്യകാലത്ത് സാത്താൻ മനുഷ്യനെ കൊണ്ട് തന്നെ മനുഷ്യനെ അടിമകളാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനും കർത്താവിൻ്റെ സത്യത്തിലേക്ക് തിരിയുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദ ട്രൂത്ത് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ അസ്. ഇനി ഇതിലും ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തോട് ഈ അന്ത്യകാലത്ത് മനുഷ്യൻ വെച്ചിരിക്കുന്ന ഒരു ചലഞ്ചാണ്. ദ ചലഞ്ചിങ് ഗോഡ്. ദൈവത്തോട് മനുഷ്യൻ പറയാണ്, നിന്റെ സൃഷ്ടി എന്തിനു കൊള്ളാം? 10-60-70 വയസ്സാകുമ്പോഴേക്കും ലിവർ, കിഡ്നി, ഹാർട്ടെല്ലാം അടിച്ചു പോകുന്ന, ശ്വാസം മുട്ടുന്ന, മരിച്ചു പോകുന്ന ദുർബലരായ കുറേ ആൾക്കാർ. നീ ഉണ്ടാക്കിയ എത്ര നല്ല സാധനവും പൊഴിഞ്ഞു പോകുന്നു, ഇല്ലാതായി പോകുന്നു. അപ്പം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒരിക്കലും മരിക്കരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഈ മെഡിസിനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ആഗ്രഹം എന്താണ്? മനുഷ്യന് പറ്റുന്നിടത്തോളം ദീർഘായുസ് കൊടുക്കുക. അവൻ 250, 300, 500 വർഷം ജീവിക്കാം. അതിനുവേണ്ടിയല്ലേ അല്ലേ? ഇനി ഏജിങ് ഇങ്ങോട്ട് തടയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ജയിച്ചു, നമ്മൾ പിന്നെ മരിക്കത്തില്ല. കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ എന്തോന്നു ഒരു കവിത എഴുതിയായിരുന്നു, ഒരു പാട്ട്. ആരും മരിക്കുന്നില്ല. അതെങ്ങനെ അവർ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2005-06 ഒരു പയ്യൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, സെരൂബ് എന്ന് പറഞ്ഞൊരു പയ്യൻ, ഒരു ആന്ധ്രാക്കാരൻ പയ്യനാണ്. അവൻ എന്നോട് പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, അവൻ വെറും 18 വയസ്സുള്ള അന്ന്. അത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ അതേ ഷേപ്പിൽ ഒരു ആൻഡ്രോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉണ്ടാക്കുക. ആൻഡ് ത്രൂ മെഷീൻ ലേണിംഗ് ഇൻസ്ട്രക്ട് ദ റോബോട്ട് ടു ബിഹേവ് ജസ്റ്റ് ലൈക്ക് മീ and feed all my messages to that robot. You set the robot on stage, he will smile like me, speak like me, do actions like me, give the same message without any repetition. ഇയാൾ മരിക്കത്തില്ല. ആരും മരിക്കത്തില്ല. ഈ മെഷീൻ മരിക്കില്ല. നിങ്ങൾ ആലോചിച്ച്, കിം ജോങ് ഉൻ എന്ന് പറയുന്ന എത്ര പേര് കേട്ടിട്ടുണ്ട്? ഈ കിം ജോങ് ഉൻ അതുപോലത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട്, ഒരു കിം ജോങ് ഉന്നിനെ സൃഷ്ടിച്ചിട്ട് ഒരിക്കലും മരിക്കാത്ത ഒരു സ്റ്റേജിൽ പ്രിസർവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം കിരാതമായ ഭരണം നിത്യമായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ മെഷീൻ ലേണിങ്ങിലൂടെ ആൾക്കാർക്ക് നിത്യജീവൻ കൊടുക്കാം എന്ന് ശാസ്ത്രം കരുതുന്നു. അവർക്ക് ഇമോഷൻസ് കൊടുക്കാം.
മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആരുടെ സൃഷ്ടിയാണ് കുറച്ചുകൂടെ നല്ലത്? ദൈവം സൃഷ്ടിച്ചതിനേക്കാളും. ഇനി അത് പോകട്ടെ, അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മോറാലിറ്റിയാണ്, സെക്ഷൽ ഐഡന്റിറ്റി. പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ജനിച്ചത് സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിലും ഉള്ളിലിരിക്കുന്നത് പുരുഷനാണ്, മൈൻഡ് കൊണ്ട്. എന്നിട്ട് അവർ പറയുന്നത് വി ആർ മെൻ ഇൻ ദ പ്രിസൺ ഓഫ് എ ഫീമെയിൽ ബോഡി. കേട്ടോ ഇത്? ഹാവ് യു ഹേർഡ് ഓഫ് ദിസ്? ഹൗ മെനി ഓഫ് യു ഹേർഡ് അബൌട്ട് ദിസ്? ഓക്കെ. അതുപോലെ പുരുഷന്മാർ പറയാണ് ഐ ലുക്ക് ലൈക്ക് എ മാൻ ബട്ട് ഐ എം എ ലേഡി ഇംപ്രിസൺഡ് ബൈ മൈ മെയിൽ ബോഡി. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു അകം കൊണ്ടൊരു സ്ത്രീ ആണെങ്കിൽ എൻ്റെ പുറം കൊണ്ടൊരു പുരുഷനായാലും സ്ത്രീയായി പെരുമാറാനുള്ള അവകാശം. യു അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് മീൻസ് ജെൻഡർ വിൽ നോട്ട് ബി ഡിറ്റർമിൻഡ് ബൈ ഫിസിക്കൽ ഫാക്ടേഴ്സ്. Gender will be determined by the person concerned. That means I will determine whether I am a man or a woman. Okay? ഇതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും കേരളത്തിലോട്ട് വന്നിട്ടില്ല, നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. എന്നോട് പണ്ടൊരു പാസ്റ്റർ പറഞ്ഞാണ്, പണ്ട് കാലത്തൊക്കെ അമേരിക്കയിലോട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആമ്പിള്ളേർ പോകുമ്പം അവിടെ അമ്മച്ചിമാരിരുന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ എൻ്റെ മോൻ അമേരിക്കയിൽ പോയിട്ട് അടുത്ത് മദാമേനൊന്നും കല്യാണം കഴിച്ചുകൊണ്ട് വരല്ലേ, പിള്ളേരുണ്ടായാലും ഇംഗ്ലീഷ് പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, നാട്ടിൽ വന്ന് നാട്ടുകാരിയെ കല്യാണം കഴിക്കാവുള്ളേ. ഓർമ്മയുണ്ടോ? അമ്മ അയൽക്കാർ കണ്ട അവന് ഈ കല്യാണമൊന്നും വേണ്ടെന്ന് പറയുന്നത്, അവൻ ഏതോ മദാമയും കൊണ്ട് കെട്ടിച്ചുകൊണ്ട് വരും. ആ പാസ്റ്റർ പറയും ഇപ്പം പ്രാർത്ഥന മാറി, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് മദാമയായാലും കുഴപ്പമില്ല, നീഗ്രമായാലും കുഴപ്പമില്ല, ഒരു പെണ്ണിനെ തന്നെ കെട്ടിക്കൊണ്ട് വരണേ. ഇവൻ വീട്ടിൽ വന്നിട്ട് ഡാഡി മമ്മി ദിസ് ഈസ് മൈ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരു പയ്യനെ കാണിച്ചു കൊടുത്താൽ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നാട് വിട്ട് ഓടേണ്ടി വരും. ഇവർ പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കണം എന്നാണ്, അതായത് നോ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആരുടെ സ്നേഹമാണ് വലുത്? കാനഡയിലൊരു ചർച്ചിൽ ഒരു ലേഡി പാസ്റ്റർ, അത് തന്നെ ഒരു പ്രത്യേകതയാണ്, കാരണം അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ഒരു ലേഡി പാസ്റ്റർ വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ലേഡി പാസ്റ്ററിനെതിരെ ഒരു ആരോപണം ഉണ്ടായി, വേറൊരു ലേഡി പാസ്റ്ററുമായിട്ട് അവർക്ക് ബന്ധം. പുറത്താക്കി കഴിഞ്ഞപ്പം മറ്റേ ചർച്ചിൽ വേറൊരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുക, പ്രിയ കർത്താവിൽ പ്രിയ സഹോദരി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിലേക്ക് പോരെ, കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ സ്കൂളിൽ കോളേജിൽ പിള്ളേർ ഉടൻ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിലോട്ടൊക്കെ കോളേജിലോട്ട് ചെല്ലുമ്പം ഈ എറണാകുളത്തെ ഒരു പ്രശസ്തമായ കാത്തലിക് കോളേജിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു മോള് പഠിക്കാൻ പോയി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെമിനാർ നടത്തും. ഈ സെമിനാർ നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ സെക്സ് നിങ്ങൾക്ക് തീരുമാനിക്കാം, വെദർ യു ആർ എ മെയിൽ ഓർ എ ഫീമെയിൽ. നിങ്ങൾക്ക് മുഴുവൻ ഗേൾസ് ഉള്ള കോളേജാണ്, നിങ്ങൾ ചിലപ്പോൾ പേര് കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ കുട്ടി ആകെ വിഷമിച്ചു, കാരണം അവർ പറയുന്നത് നിങ്ങളൊരു പുരുഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു സ്ത്രീയെ തന്നെ കല്യാണം കഴിച്ച് ഭർത്താവായിട്ട് പുരുഷനായിട്ട് ജീവിച്ചോ എന്ന് പഠിപ്പിക്കുക പിള്ളേരെ. ദാറ്റ്സ് എ കാത്തലിക് കോളേജ്. ആഫ്റ്റർ മെനി സെമിനാർസ് ദിസ് ഗേൾ ആസ്ക്ഡ് ദ ടീച്ചർ വൺ ക്വസ്റ്റ്യൻ. She asked, why don't we have a seminar on the other side? That means to explain gender in the natural way. Then the teacher said, you are brainwashed by some religious folks. ഒരു ദിവസം അവൾ പ്രതിഷേധിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തീരുമാനിക്കാൻ പ്രകൃതിക്കൊരു ഡിസൈൻ ഉണ്ടല്ലോ. Why don't you accept the nature as a determining factor to distinguish between male and female, to decide the gender? അപ്പോൾ ആ ടീച്ചർ പറയാണ്, നിന്നെ ആരോ മതക്കാർ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിനക്ക് ഇങ്ങനത്തെ ചിന്തകൾ തോന്നി. ഇത് കേട്ടപ്പോഴേക്ക് ആ പിള്ളേർ അവിടെ ഇരുന്ന പാവപ്പെട്ട ഒരു വിവരമില്ലാത്ത പിള്ളേർ അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ ഇവിടെ കളിയാക്കി ചിരിച്ചു. ദിസ് ഈസ് ദ റിയാലിറ്റി ദാറ്റ് വി ആർ ഫേസിങ് ഇൻ ദ കോളേജസ് ഇൻ കേരള, എവരിവെയർ.
സെക്ഷൽ ഐഡൻറ്റിറ്റി, പിന്നെ ഡ്രഗ് യൂസ്, ഇതിനേക്കാളൊക്കെ ഇതെല്ലാം അവിടെ കിടക്കുമ്പം തന്നെ ഇതിൻ്റെ എല്ലാം റൂട്ടെന്ന് പറയുന്നതില്ല, ലോസ് ഓഫ് ഫെയ്ത്ത് ആണ്. ദർ ഇസ് നോ ഫെയ്ത്ത് ഇൻ ദ ട്രൂത്ത്. ചർച്ചിൽ പോകുന്നുണ്ട്, എന്ത് പിള്ളേരുടെ ഫെയ്ത്ത് ലോസ് എന്ന് പറയുന്നത് വലിയൊരു ലോസാണ്. ബിക്കോസ് ദ ചിൽഡ്രൻ ഡു നോട്ട് ഹാവ് ദ റിയൽ സേവിങ് ഫെയ്ത്ത്. വിത്തൗട്ട് ദ റിയൽ സേവിങ് ഫെയ്ത്ത്, ഹൗ ഡു ദേ ഫോളോ ദ ലോർഡ്? ഹൗ ഡു ദേ ഫോളോ ദ ട്രൂത്ത്? See, when they are children, when they are very young children, the parents would instruct them in faith. Usually they employ all the wrong methods. That tell the child, oh, you want an instrument box? You want a bag? Yes, daddy. Yes, mommy. You pray. Jesus will give you a bag. This child will pray, Jesus, Yeshopacha, give me a bag. And he will sleep or she will sleep. In the morning, the parents would keep a bag by that child's bedside and say, see, Yeshopacha has given you a bag. Have you done that? And the child will say, Yeshopacha, thank you, because he is stupid. If he had any sense of intelligence, he would know it's done by his parents. They are tricking him. What happens after, when they become 15 years of age, 20 years of age, they will know these were tricks by my parents. Actually, God did not do anything. How do they realize it? They pray and write the examinations. They don't get the desired marks. When campus placement interviews come, they don't get the placements. The believers, unbelievers, atheists, they pass. They get into good jobs. They control the finances. They control your job. They come as your boss. And you go and ask your parents, Amma, why are you praying? God does not seem to do anything. Before coming to the saving knowledge of the Lord, my son used to ask me, Papa, I have prayed for so many things, but God has not given me anything. It seems that God loves you, but He does not love me. Because He's not giving me anything. He's asking a number of things, but He's not getting anything. So we are teaching them, training them in the false faith, asking them to trust God in things where God had made no promise at all. Did God ever promise that your children will score first rank in the college? Is there a promise like that? If your child scores the first rank, someone who's already scored the first rank should go second, right? എന്നോട് ഒരു എൻ്റെ അപ്പം പറഞ്ഞു, നീ എവിടെ ആയാലും ഫസ്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ ഫസ്റ്റ് കിട്ടുന്ന ആളപ്പോൾ എന്ത് ചെയ്യും? അയാൾ എങ്ങനെ സമാധാനമായിട്ട് വീട്ടിൽ ചെല്ലും? അപ്പം ഞാൻ ഫസ്റ്റ് അടിക്കണമെങ്കിൽ ആരാകണം? ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആളാരാകണം? അപ്പം എൻ്റെ സഹോദരനെ ഞാൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കണ്ടേ? എന്നാൽ എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ശരിക്കും ചെയ്തത്? വാട്ട്സ് ദ റിയൽ ബ്ലെസ്സിങ് ഓഫ് ക്രൈസ്റ്റ്? വാട്ട് ഡിഡ് ഗോഡ് ഡു? ഇത് ആർക്കും അറിയില്ല. ഇറ്റ്സ് നോട്ട് ഡിസ്കസ്ഡ് ഇൻ ദ ചർച്ച്. ഇന്ന് ഒരാൾ എനിക്കൊരു സർവേ ഫലം അയച്ചു തന്നു, ഗുഡ് ന്യൂസിൽ പ്രസിദ്ധീകരിച്ചാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് പാസ്റ്ററുടെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ പാസ്റ്റർക്ക് നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ കാണുമല്ലോ, അതിനകത്തിടാമല്ലോ. അതിനകത്തൊരു സർവേക്കകത്ത് പറഞ്ഞിരിക്കുകയാണ്, പെന്തക്കോസ്റ്റ് ചർച്ചുകൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ രക്ഷയുടെ ഉറപ്പുള്ള ആരുമില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അവരൊരു സർവേ നടത്തിയ സർവേയുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ആർ യു ഷുവർ യു വിൽ ഗോ ടു ഹെവൻ? വാട്ട്സ് യുവർ ഡിനോമിനേഷൻ? പെന്തക്കോസ്റ്റൽ ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ്. വിൽ യു ഗോ ടു ഹെവൻ? ഐ ഡോണ്ട് നോ. ബണ്ടിൽ കണക്കിന് ഇരിക്കുന്നത്. നോ വൺ ഹാസ് ദ സേവിങ് നോളജ് ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനെ പരാമർശിക്കാതെ പോകുന്നു. അത് വളരെ അത്യാവശ്യമായിട്ട് കാണേണ്ടത്. ഇത് ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നതിന് 5 വർഷം മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്. അവർ ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല എന്നുള്ള വേദന കമ്മ്യൂണിക്കേറ്റ്. കഴിഞ്ഞ എവരി ഹോം ക്രൂസൈഡിൽ ഒരാൾ അയച്ച ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് ഭയങ്കര പെയിൻഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഓട്ടോക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് ട്രാക്റ്റ് വേണം. ഇദ്ദേഹം ട്രാക്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ആൾ. അദ്ദേഹം CSIക്കാരനാണ്, ഈ എവരി ഹോം ക്രൂസൈഡിൻ്റെ ആൾ. അപ്പോൾ ട്രാക്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് ട്രാക്റ്റ് വേണമെന്ന് പറഞ്ഞു, പുതുജീവൻ എന്ന ട്രാക്റ്റ്. അപ്പോൾ ഇദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചു,
എന്തിനാ ഈ ട്രാക്ട് തന്നെ ചോദിക്കാൻ കാരണം? പുതുജീവൻ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അതിനകത്ത് നല്ല ഒത്തിരി കാര്യങ്ങളുണ്ട് ബ്രദറെ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ മരിച്ച സ്വർഗത്തിൽ പോവോ? അന്നേരം പുള്ളി പറഞ്ഞു, ഐ വിൽ ഷുവർലി ഗോ ടു ഹെവൻ. Then he asked, why do you say so? Then he said, I was severely affected by COVID. I was very serious. I was in a very serious condition. I was about to die, but God saved me. Then I understood God loves me, so he will get me into heaven. This man put his hands on his head and said, oh my God, you don't know why you would go to heaven. Do you know that Christ died for your sins? That's written in the same tract. He read that, he understood that, but it did not strike him that Christ died for his sins. That's why he would go to heaven. He didn't know that, even when he was distributing the tract to everyone. അന്ത്യകാലത്തെ വിശ്വാസ ത്യാഗം എന്ന് പറയുന്നത് ഈ പിള്ളേരെ, ഈ തലമുറയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. They don't know the doctrines. So it's important to understand that God is the one who saves us from sin and death and gives us eternal life. And what's the greatest gift of Jesus Christ? It's the eternal life. അത് ഞാൻ ഈ പറയുമ്പോൾ പ്രസംഗമായിട്ട് കേട്ടാൽ പോരാ. That should become the faith reality in their minds. ഞാൻ സയൻസിനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ ഈ യാക്കോബായ ചർച്ചിൽ നിന്ന് ചാടി CSI പോയപ്പോഴൊന്നും എനിക്ക് ശാസ്ത്രത്തിലുള്ള പിടിവിട്ടില്ല. എനിക്ക് ശാസ്ത്രത്തിൻ്റെ ഫിലോസഫി, അല്ലാതെ ഈ ഫിലോസഫി ഭയങ്കര താല്പര്യമായിരുന്നു, സയൻറ്റിഫിക് തോട്ട്. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ? ബൈബിളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, CSI പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ദൈവം ഉണ്ടോ ഇല്ലൊന്നും ഷുവറല്ല. കാണുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും, ആർക്കറിയാം ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ. ഇങ്ങനത്തെ ഒരു വിശ്വാസമായിരുന്നു. അപ്പോൾ എനിക്കൊരു അഗ്നോസ്റ്റിക് വേൾഡ് വ്യൂ എന്ന് പറയുന്നത്, അതായത് ആർക്കറിയാം, അറിയാൻ പറ്റുമോ, ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അറിയാനാ, എനിക്കൊന്നും അറിയത്തില്ല, ചിലപ്പോൾ കാണുമായിരിക്കും കാണുകയില്ലായിരിക്കും, ഇതൊന്നും ഷുവർ ഒന്നുമല്ല എന്ന് പറയുന്നവരാണ് നമ്മൾ അഗ്നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് എനിത്തിങ്. ദേ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് നോവബിൾ വെദർ ഗോഡ് എക്സിസ്റ്റ് ഓർ നോട്ട്. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിലോസഫിയാണ്. അപ്പോഴാണ് യാദൃശ്യാൽ ഞാൻ ഒരു ശാസ്ത്രജ്ഞൻ്റെ പ്രസംഗം കേൾക്കുന്നത്. ദാറ്റ് സയൻറ്റിസ്റ്റ് സെഡ്, the scientific progress has been really a fascinating journey. He said, it is like God said, let there be light, and Isaac Newton was born. What did God say? Let there be light, and Isaac Newton was born. And Isaac Newton explained science, how the earth revolves around the sun, how the planets move, and how the center of the earth pulls us to its core. All these things were explained by Einstein. And one day he was a very genius person. One day a scientist visited him, and he had made a model of the solar system, and he had kept that on his table. And this scientist asked him, Mr. Newton, why have you given circular orbits for the first 4 planets and elliptical orbits for the remaining ones? You know, Newton didn't know why he did that, but he was sure it was like this. But then only he started thinking, why is it like that? He observed and found out that the first 4 planets have relatively circular way of motion, path of motion, and the remaining planets moved in a more elliptical orbit. Have you seen, do you remember that, the image of the solar system? He went home and sitting through the night, he invented differential calculus to answer that question. That he was such a genius. We take at least 2 years to understand what is differential calculus. He invented that one night. Such a genius. He explained so many things. And then people started thinking that God does not exist. Science can explain everything. How earth was formed,
They started explaining in the terms of science. Okay, they started telling that there is evolution, there is no God, we can determine all the forces of nature by scientific reasoning, and you can understand the universe by scientific reasoning. And this is called the materialistic worldview. Materialistic worldview എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയുന്ന ഭൗതികവാദം എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഭൗതികവാദികളാണ്. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന അതാണ് സത്യം, അതിനപ്പുറത്തേക്കൊരു സത്യമില്ല എന്ന കാഴ്ചയാണത്. അപ്പോൾ അങ്ങനെ എവല്യൂഷൻ, തിയറി ഓഫ് എവല്യൂഷൻ വന്നു, നിരീശ്വരവാദം വന്നു, എത്തീസം വന്നു, അഗ്നോസ്റ്റിക്, 100,000 തരത്തിലുള്ള ഇസങ്ങൾ വന്ന് ഇങ്ങനെ മതം ഇപ്പം തീരും 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 എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഗോഡ് സെഡ് ലെറ്റ് ദെയർ ബി ഡാർക്ക്നെസ് അഗെയിൻ ആൻഡ് ഐൻസ്റ്റീൻ വാസ് ബോൺ. ഇതിൻ്റെ പ്രസംഗം കേട്ടോ. ഐൻസ്റ്റീൻ സെഡ് വാട്ട് ന്യൂട്ടൺ സെഡ് ഈസ് റൈറ്റ്, ബട്ട് ഓൺലി ഇൻ വൺ angle of reference, a frame of reference. That means when you are looking from this side, it is true. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പം ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നു, ഓക്കെ, പതുക്കെ പോകുന്നതാണ്. പക്ഷേ എതിർവശത്തോടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു ട്രെയിൻ ഇരുന്ന് നോക്കുമ്പം ഈ ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോകുന്നതായിട്ട് തോന്നുന്നത്. ആം ഐ റൈറ്റ്? അപ്പോൾ ഒരു സംഗതി നമ്മൾ ഏത് ഫ്രെയിമിൽ നിന്ന് നോക്കുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ സത്യം. അപ്പോൾ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. അതായത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നോക്കിയാലും ആപേക്ഷികമായി മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണാൻ പറ്റുള്ളൂ. പിടികിട്ടിയത്? ഇത് പിടികിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുള്ള കേസല്ല. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൾക്കാരെ പുള്ളിയോട് ചോദിച്ചു, അപ്പോൾ ഏതാണ് സത്യം? അപ്പം നീ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇന്നുകൊണ്ട് നോക്കുമ്പോൾ ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോകുന്നു, വേറൊരുത്തൻ വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കുമ്പോൾ അത് പതുക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരോ ആംഗിളിൽ നോക്കി കഴിയുമ്പോഴും ഓരോ രീതിയിലാണ് കാണുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിൽ പല ഫ്രെയിം ഓഫ് റെഫറൻസിൽ നോക്കുമ്പം പ്രപഞ്ചം പല രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താ സത്യം എന്ന് ചോദിച്ചപ്പം ഐൻസ്റ്റീൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ. ദെൻ ഇറ്റ് അഗെയിൻ പ്ലഞ്ച്ഡ് ഇൻ ടു ഡാർക്ക്നെസ്. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം, ഒരു പൂച്ചയോട് ഇത് റെഡ് കളറാന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് വിഷൻ ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓൺലി പ്രൈമേറ്റ്സ് ആൻഡ് മാൻ ആൻഡ് സം ഓർഗാനിസംസ് ഓൺലി ദേ ഹാവ് കളേർഡ് വിഷൻ. അതുപോലെ നമുക്ക് കേൾക്കാൻ പറ്റാത്ത പല ശബ്ദങ്ങളും ഈ മൃഗങ്ങൾക്ക് കേൾക്കാം. ബിക്കോസ് വി ക്യാൻ ലിസൺ ടു വോയിസസ് ഫ്രം 20 hertz ടു, ടെൽ മീ സം സ്റ്റുഡൻസ്, 20 hertz ടു 20,000 hertz. Who said that? Very good. അതിൽ കൂടിയ ശബ്ദവും കുറഞ്ഞ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതൊക്കെ ഈ പ്രാണികൾക്ക് കേൾക്കാം, പട്ടികൾക്ക് കേൾക്കാം, പൂച്ചകൾക്ക് കേൾക്കാം, മറ്റ് പാറ്റകൾക്ക് വരെ കേൾക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന ഒന്നുമല്ല പ്രപഞ്ചം. ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യന് ഈ പ്രപഞ്ചത്തിൻ്റെ, നമ്മൾ മലയാളത്തിലൊരു പാട്ടുണ്ട്, അനന്തം അജ്ഞാതം അവർണ്ണനീയം. കേട്ടിട്ടുണ്ടോ അത്? നാരായപ്പാട്ട് നാരായണൻ, അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? ഒന്നും അറിയാൻ മേല. അപ്പോൾ ഞാൻ തിരിച്ച് ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു, എൻ്റെ കർത്താവേ, ഈ ശാസ്ത്രം അന്ന് ന്യൂട്ടൻ്റെ കാലത്ത് ഇത് വിശ്വസിച്ചിരുന്നവരെല്ലാം ഈ ഐൻസ്റ്റീൻ്റെ കാലമായപ്പോഴേക്കും വേറെ ഒരു രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നു. ഇനി ശാസ്ത്രം ഒരിക്കലും കള്ളം പറയാൻ ശ്രമിക്കുന്നില്ല, സത്യം കണ്ടെത്താൻ തന്നെ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പം കുറച്ചും കൂടെ നല്ല മെഷീൻസും കുറച്ചും കൂടെ നല്ല തോട്ട് പ്രോസസ്സുള്ള ആൾക്കാരും ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവർ പറഞ്ഞതെല്ലാം തെറ്റാന്ന് പറഞ്ഞ് വേറൊന്നിലോട്ട് പോകുമ്പോൾ ഇത്രയും തലമുറ അന്ധകാരത്തിൽ നശിച്ചു പോവല്ലേ? മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദാറ്റ് മീൻസ് 2000 വർഷം കഴിഞ്ഞ് 2000 വർഷം നോക്കിയാൽ ഇത്രയും നേടിയ സയൻറ്റിഫിക് പ്രോഗ്രസ് നമ്മൾ വിശാല പ്രപഞ്ചത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ശരിയാവണമെന്നില്ല. കാരണം 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ശാസ്ത്രം കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. നമ്മൾ ഈ ഗ്രീക്കുകാരൊക്കെ എഴുതി വെച്ചിരുന്ന ശാസ്ത്രമൊക്കെ വായിച്ചു നോക്കിയാൽ ഒരു ബോധവുമില്ല നമുക്ക് എർത്തിനെ എവിടെ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം. അതൊക്കെ ഭയങ്കര ശാസ്ത്രജ്ഞന്മാരായിരുന്നു അന്നത്തെ. ഞാൻ ഇങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരിക, മൈ ഗോഡ്, എവറിത്തിങ് ഈസ് റിലേറ്റീവ്. ദെൻ വെയർ വിൽ വി ഹാങ്? വാട്ട് വിൽ വി ഹോൾഡ് അസ് ട്രൂത്ത്? ഈ ലോകത്ത് ട്രൂത്ത് ഇല്ലാതെ പോയാൽ നമ്മൾ എന്തിനു ജീവിക്കണം? എന്തെങ്കിലും ഒരു ആധാരമായ എനിത്തിങ്, ഈസ് ദർ എനിത്തിങ് സബ്സ്റ്റാൻഷ്യൽ ഓർ ബിലീവബിൾ ഓർ പെർമനന്റ്, എറ്റേണൽ? ഞാനിങ്ങനെ KSRTC ബസ് ഇരുന്നുകൊണ്ട് ആലോചിക്കുക. അപ്പം എൻ്റെ മനസ്സിലേക്ക്
ദൈവം ഒരാശയം തന്നു. ഇതുവരെ ലോകത്തിൽ ആർക്കും തൊടാൻ പറ്റാത്തതും മാറ്റാൻ പറ്റാത്തതുമായിട്ട് ഒറ്റ കാര്യം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അബ്സല്യൂട്ടായിട്ട്, അതിൻ്റെ മുകളിൽ വേറൊന്നില്ല എന്ന് പറയാവുന്ന അബ്സല്യൂട്ടായിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ലോകത്തിലുണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കിയാൽ നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ. ഞാൻ നോക്കിയിട്ട് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും നല്ലതാണ്. പക്ഷേ ഇത് എത്ര പ്രാവശ്യം നമുക്ക് മാറ്റേണ്ടി വന്നു, ബിക്കോസ് ദർ വർ സോ മെനി മിസ്റ്റേക്സ്, സോ മെനി പ്രാക്ടിക്കാലിറ്റീസ്. എന്തിനും മാറ്റം വരും. ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള നിയമങ്ങൾ ഇന്ന് നടക്കുകയില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മതം ആലോചിച്ച് നോക്കി, മറ്റു മതങ്ങളെക്കുറിച്ച് ആലോചിക്കുക, രാമായണത്തെക്കുറിച്ചല്ല, ത്രേതായുഗത്തിൽ അത് കറക്റ്റായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് രാമായണം. ദ്വാപര യുഗത്തിലാണ് എന്ത് വന്നത്, മഹാഭാരതം വന്നത്. ആ കാലഘട്ടത്തിലെ കഥകളാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നീതിയുടെ സുവിശേഷം, ഞാൻ ഈ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. I was thinking about the sermon on the mount and the righteousness of Christ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, only thing in the world which is absolute, cannot improve on it. നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തതായിട്ട്, നമുക്കൊന്ന് ബെറ്ററാക്കി എടുക്കാൻ പറ്റാത്തതായിട്ട് ഒരൊറ്റ പ്രമാണം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? ക്യാൻ യു ട്രൈ ടു ബെറ്റർ, മേക്ക് ഇറ്റ് ബെറ്റർ? ഫോർ എക്സാമ്പിൾ, സ്ത്രീയെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു. അതിനേക്കാൾ ബെറ്ററായിട്ടെന്ന് പറഞ്ഞത് നോട്ട് പോസിബിൾ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതാകുന്നു എൻ്റെ കൽപ്പന. യോഹന്നാൻ 15:12. അടുത്ത വാക്യം, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികം സ്നേഹം ആർക്കുമില്ല. ഇറ്റ്സ് നോട്ട് കമ്പയറബിൾ. കാരണം ഐ ആം ഡൈയിങ് ഫോർ മൈ ഫ്രണ്ട്. There is no love more than that. It is not relative. It is an absolute morality. Did you get me? വേറെ ലോകത്തിൽ ഏത് ഇസം വെച്ച് നോക്കിയാലും, ഏത് റിലിജൻ വെച്ച് നോക്കിയാലും, they can speak only about a relative morality. Whereas I love the poor people more than you love. അത്രയേ ഉള്ളൂ. ആരാണ് ബെറ്റർ? ഇയാളേക്കാൾ ബെറ്ററാണ് അയാൾ. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോഴാണ് ഈ ആത്മദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ പറയുകയാണ് എല്ലാ മനുഷ്യരും പോക്കാണ്. There's a standard, there's a summum bonum, there's a perfection, and that is Christ. Christ alone. ഞാൻ ഇതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് വരികയാണ്. മരിക്കുന്നവരെ സ്നേഹിക്കുക, മരിക്കുന്നവരെ കരുണ കാണിക്കുക, മരിക്കുന്നത് വരെ സന്തോഷിക്കുക, മരിക്കുന്നത് വരെ സൗമ്യനായിരിക്കുക, വേറൊരാൾ തല്ലിക്കൊല്ലുന്നവരെ അയാൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ല. He defined absolute morality and righteousness. അതിനർത്ഥം എന്താണെന്നറിയാമോ? When Christ is the absolute righteousness, he is also the absolute holiness. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം, ക്രിസ്തുവിലാണ് എല്ലാ പെർഫെക്ഷൻസും ഉള്ളത്, അബ്സല്യൂട്ട് കാര്യങ്ങളുള്ളത്, വേറെ ഒരാളിലും ഒന്നുമില്ല. Do you understand? This is called the Christian world view. ഈ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിലേക്ക് ഞാൻ കയറുന്നത് അങ്ങനെയാണ്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, അപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. ഐ ഹാഡ് എ ഗുഡ് അപ്രീസിയേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഐ അണ്ടർസ്റ്റുഡ് ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ് ആൻഡ് ഹി ഈസ് ദ ഓൺലി അബ്സല്യൂട്ട് ട്രൂത്ത്. ജീസസ് എന്താ പറഞ്ഞത്? ഞാൻ ശരിയാന്നല്ല പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങളെ ശരിയാന്നല്ല പറഞ്ഞത്. ഐ ആം ദി ട്രൂത്ത്. ഇറ്റ്സ് നോട്ട് റിലേറ്റീവ്. കാരണം ഇഫ് യു ആർ പർസ്യൂയിങ് ക്രൈസ്റ്റ്, യു ആർ പർസ്യൂയിങ് സംതിങ് അബ്സല്യൂട്ട്. ഡു യു അഗ്രി വിത്ത് മീ? Otherwise, you should tell me how to improve upon this Sermon on the Mount and give a better sermon. Someone? No one. No one can. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഒരു ദിവസം ഭോപ്പാലിൽ നിന്ന് ട്രെയിനിൽ വരുമായിരുന്നു. കഥകൾ ഏത് ഭാഷ പറഞ്ഞാലും പിള്ളേർക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്, കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ, എൽഡർ ബ്രദറാണ്. ഞങ്ങൾ എൽഡർ ബ്രദർ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ ഞങ്ങളുടെ എതിരെ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ഈ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹൈന്ദവ പുസ്തകങ്ങളെക്കുറിച്ച് നല്ല ആധികാരികമായിട്ട് തട്ടിവിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. ഐ നീഡ് ടു ഇനിഷ്യേറ്റ് ഹിം ഇൻ ടു എ കോൺവെർസേഷൻ. ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ, എൻ്റെ സഹോദരൻ ചോദിച്ചു, അച്ചായ, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ നമുക്ക്
ട്രൂത്തായിട്ട് അല്ലെ കർത്താവിൻ്റെ അടുത്തേക്ക് എല്ലാം ഏക വഴി, ദ വേ എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാം? കാരണം എന്താണ്? ഞാൻ ആരോടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? മുമ്പിരിക്കുന്ന ആളോട്. അപ്പം ഡിസ്കഷൻ ഞങ്ങൾ തമ്മിലാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ ഈ ഡിസ്കഷനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇയാൾ ഇതിനകത്ത് വീഴും. അപ്പം നമുക്ക് സംസാരിക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്നിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഇനിഷ്യേറ്റ് എ നാച്ചുറൽ കോൺവെർസേഷൻ. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പം പുള്ളി നമ്മൾ ഇട്ട ആ വാക്യത്തിൽ കൊത്തി. പുള്ളി ഞങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് ഒരു ചോദ്യം ചോദിച്ചു. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു കഥയിലോ സങ്കല്പത്തിലോ ലേഖനത്തിലോ, ഇൻ തിയറി ഓർ ഇൻ ഫിക്ഷൻ ഓർ ഇൻ എ ട്രേറ്റിസ് ഓർ ഇൻ എ തിസിസ്, anywhere in the world, have you ever seen someone as sinless, spotless, blameless, blemishless as Christ? Perfect as Christ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. പുള്ളി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. ഒരു നിമിഷം, 2 നിമിഷമായി, 3-4 നിമിഷമായി. പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം പറഞ്ഞു, നോ, ഓൺലി ക്രൈസ്റ്റ്. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ച് വരുവാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്ക് ഉത്തരം കിട്ടാതെ വരുവാണ്. അന്നേരം പുള്ളി പറയാണ്, ഐ ഹാവ് എ കറക്ഷൻ. ഞാൻ എന്താ? സി, വി ഡോണ്ട് നോ എവരി വൺ ഇൻ ദ വേൾഡ്, സോ ദർ വിൽ ബി someone somewhere who is perfect as Christ. I said, you don't know anywhere, right? I don't know. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നു. ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. ആ സ്ത്രീ വന്ന് ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ എന്താ ഈ സീറ്റിൻ്റെ സൈഡിലോട്ട് എറിയുന്ന പോലെ നിർത്തിയിട്ടിട്ട് പുള്ളിക്കാർ ശരിക്കും ഇരിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാർ ഒരു പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അത് ശ്രീ രവിശങ്കറിൻ്റെ ഏതോ ഒരു ഹിന്ദു പുസ്തകം. ഇത് എന്താ എല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒന്നും അറിയാമില്ല. ദൈവത്തിൻ്റെ ഒരു പരിപാടികൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരോട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ എന്താ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്ക് ഈ പുള്ളി വന്ന് ആകെ അലങ്കോലമാക്കി. കാരണം പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, സർവ്വധർമ്മ. ഞാൻ പറഞ്ഞു അല്ല, എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല. അയ്യോ അതെന്താ? ഞാൻ പറഞ്ഞു എല്ലാ മതങ്ങളിലും കൊലപാതകവും തീവെപ്പും മറ്റു മതങ്ങളെ അടിച്ച് തകർക്കുന്നൊക്കെയാണ് കാണുന്നത്. അത് ശരിയാ ബ്രദറെ, എല്ലാത്തിനകത്തും ഞങ്ങൾ പിന്നെ അത് കൃഷ്ണൻ കംസനെ കൊല്ലുന്നതൊക്കെ അസൂയയെ കൊന്നതെന്നും അല്ലാതെ കയ്പിനെ കൊന്നതെന്നും ദുഷ്ടതയെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എല്ലാ മതങ്ങളും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ലോകത്തിലൊരു പുസ്തകം മാത്രം അങ്ങനെ അല്ലാത്തുള്ളൂ, അത് പുതിയ നിയമമാണ്. അവിടെ ഒരു മർഡർ ഇല്ലെന്ന് മാത്രമല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അന്നേരം സഹോദരി ചോദിക്കുക, അങ്ങനൊരു പുസ്തകം ഉണ്ടോ? അതെവിടെയാണെന്ന് എനിക്ക് തരാമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയാൽ എൻ്റെ ഒരു ഒന്നുമില്ല. ഞാൻ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് വായിക്കാൻ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ദ യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഈ യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മൊത്തം, വെൻ വി ഡെവലപ്പ് എ വേൾഡ് വ്യൂ ആസ് എ യങ് മാൻ, എ യങ് ബോയ് ഓർ എ യങ് ഗേൾ ഓർ എ യങ് വുമൺ, when Christ becomes the center point of every thinking, every imagination, we get into the most perfect, absolute world view. വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും പറയാമോ? വാട്ട്സ് ദ മീനിങ് ഓഫ് വേൾഡ് വ്യൂ? ഈ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ യഥാർത്ഥ മലയാളത്തിലുള്ള അർത്ഥം ലോകവീക്ഷണം എന്നാണ്. ലോകവീക്ഷണം. ഹൗ വി സീ ദ വേൾഡ്. ഹൗ ഡു യു സീ ദ വേൾഡ്? നിങ്ങളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കാണുന്നത്? പണത്തെ എങ്ങനെയാണ് കാണുന്നത്? ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? മാതാപിതാക്കളെ എങ്ങനെയാണ് കാണുന്നത്? ഭാര്യ എങ്ങനെയാണ് കാണുന്നത്? ഭർത്താവിനെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാം ക്രിസ്തുവിലൂടെയാണ് കാണുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് അവർ യൂണിവേഴ്സ്. ഇതാണ് ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. വി ആർ ഇൻ ദ എൻഡ് ടൈംസ്, വി ആർ ഫൈറ്റിംഗ് ഫോർ ദിസ് വേൾഡ് വ്യൂ. ഈ ക്രിസ്തു സെൻറ്റർ ആയിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ ആയിരിക്കുന്ന ഒരു ലോക വീക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇത്രയും വലിയൊരു യുദ്ധത്തിനകത്തോട്ട് ഈ പിള്ളേർ ഇറക്കി വിടുമ്പം ഇവർക്ക് ക്രിസ്തു ആരാന്ന് പോലും അറിയാൻ വയ്യാതെ, ഉപദേശം പോലും അറിയാൻ വയ്യാതെ ഇവരിറങ്ങിപ്പോയി എവിടെ യുദ്ധം ചെയ്ത് ജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്?
ഡു യു സീ ദ സീരിയസ്നെസ് ഓഫ് ദ ബാറ്റിൽ? ഇവരങ്ങോട്ട് ചെല്ലുമ്പോഴേ, ഇവർ പോകുന്ന ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒത്തിരി എത്തീസവും മെറ്റീരിയലിസവും ഉള്ള രാജ്യമാണ്. അങ്ങോട്ട് ചെല്ലുമ്പോഴേ നിങ്ങളുടെ പഴയ പുസ്തകം എടുത്ത് ദൂരോട്ട് കളയാൻ പറയുമ്പോൾ ഇവൻ പറയണം, അബ്സല്യൂട്ട് ട്രൂത്ത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. യു ഷോ മീ സംതിങ് അബ്സല്യൂട്ട് സംവെയർ എൽസ്. ഐ ആം ബിലീവിങ് സംതിങ് വെരി സീരിയസ്. കാരണം എന്താ? ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം എന്താ പറയുന്നത്? കർത്താവിൻ്റെ വചനങ്ങളെ പ്രമാണം ചെയ്യുന്നവനെല്ലാം പാറമേൽ. ഇറ്റ്സ് ലൈക്ക് എ someone who builds his house on a rock. അതൊരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു റോക്കിൽ പണിതുപോലെയാണ്. അപ്പം നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഹാസ് ടു പെനിട്രേറ്റ് ഇൻ ടു ദ ബ്രെയിൻസ് ഓഫ് അവർ ചിൽഡ്രൻ. അത് വേറൊന്നും കൊണ്ട്, നമ്മൾ മതത്തിൻ്റെ ആൾക്കാരായതുകൊണ്ടല്ല, നമ്മൾ ട്രൂത്ത് അന്വേഷിക്കുന്നവരായതുകൊണ്ടാണ്. ആൻഡ് ദ ട്രൂത്ത് കോൾഡ് ക്രൈസ്റ്റ് ക്യാൻ സെറ്റ് us ഫ്രീ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഒരു കുട്ടി നമ്മൾ വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആഹാരം ശരി കഴിച്ചോ നോക്കുന്നുണ്ട്. ബട്ട് ഹാസ് ക്രൈസ്റ്റ് ബിക്കം ദ സെൻട്രൽ പിവറ്റ് ഫോർ ഹിം? അത് നമുക്ക് കൺസേൺ അല്ല. സൺഡേ സ്കൂളിൽ പോയോ, മാർക്ക് മേടിച്ചോ, പക്ഷേ ക്രിസ്തു അവൻ്റെ കർത്താവും രക്ഷകനുമായി വന്നോ? ഞാൻ അങ്ങനെ ഈ KSRTC ബസ്സിലിരുന്ന് ആലോചിച്ച് ക്രിസ്തുവിൻ ബൈബിൾ കറക്റ്റാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും മത്തായിയുടെ സുവിശേഷം ഒന്നും കൂടെ വായിക്കണം തോന്നുക. കാരണം ഇത് വായിച്ചു നോക്കുമ്പം എല്ലാം നമ്മൾ ശരിക്കും ഒരു പാപം ഒറിജിനേറ്റ് ചെയ്യുന്നു. അതായത് വേറൊരാൾ പാപം ഒറിജിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതിൻ്റെ തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെയാണ് നമ്മളെ ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ ഒരു കൊലപാതകം എന്ന് പറഞ്ഞ കൊലപാതകം ചെയ്ത ശേഷമല്ല, അവനോടൊരു ചെറിയ വിദ്വേഷം ഉള്ളിലുണ്ടാകുമ്പോഴേ വി ആർ സെറ്റ്, ദാറ്റ് അലാം ബെൽസ് ആർ സെറ്റ്. ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനേക്കാൾ പെർഫെക്റ്റായ ഒന്നും എൻ്റെ മുമ്പിലില്ല. അങ്ങനെ ഞാൻ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഞാനിങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. 4 മണി സമയം. അപ്പോൾ ഈ കോളേജ് വിട്ടു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 3-4 ആഴ്ച അല്ല, കുറേ നാളായിട്ട് ഞാൻ രാവിലെയും വൈകിട്ടും, രാവിലെ ഉച്ചയ്ക്കും അത്താഴവും കഴിക്കുന്നില്ല. 4 മണിക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം 4 മണിക്ക് കഴിക്കുമ്പോൾ ഇത്തിരി ഹെവി ആയിട്ട് കഴിക്കും. ഒരു മസാല ദോശയും കഴിക്കും. മസാല ദോശയ്ക്ക് നല്ല മസാല കൊണ്ട് വിശക്കത്തില്ല. എന്തിനാണെന്നറിയോ? പൈസ കൂട്ടി വയ്ക്കുന്ന പുസ്തകം വാങ്ങാൻ. കാരണം ജനുവരി ഫെബ്രുവരി അവസാനമോടെ കോട്ടയത്ത് ഈ കറണ്ട് ബുക്സിൻ്റെ ഒരു ബുക്ക് ഫെസ്റ്റിവലുണ്ട്. എന്താ ഒരു നിങ്ങൾക്കറിയാമോ അത്? അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പം ഇതിന് അറ്റൻഡ് ചെയ്യാൻ, ഞാൻ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാശ് സംഭരിക്കുന്നതാണ്. അപ്പം ഞാൻ സാധാരണ 4 മണിക്ക് പോയി വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിച്ച് കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ വിശക്കത്തില്ല. പിന്നെ രാവിലെ സ്കൂളിൽ പോയി പഠിത്തമൊക്കെ ആയിട്ട് അതങ്ങ് ശ്രദ്ധിക്കാതെ പോയി 4 മണിക്ക് 4 മണി മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ നേരെ ചെന്നപ്പോൾ ഒരു വഴി നോക്കിയപ്പോൾ ഷാലിമാർ ഹോട്ടൽ, ഒരു ചായക്കടയാണ്. ഈ ചായക്കട കയറി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകുന്നുള്ളതല്ലാതെ വയറ് നിറയില്ല. എന്തെങ്കിലും ജങ്ക് ഫുഡും എണ്ണ മുക്കിയതൊക്കെ കഴിച്ച് ഫ്രൈ ചെയ്ത് വീട്ടിൽ പോയി കിടക്കുന്നു. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പം വിശക്കും. അതുകൊണ്ട് ഞാൻ സാധാരണ അങ്ങനെ കയറാറില്ല. പക്ഷേ ഈ സമയത്ത് എൻ്റെ കാലുകൾ അങ്ങോട്ട് എന്നെ കൊണ്ടുപോയി. ഐ വെൻറ്റ് ടു ദാറ്റ് ടീ ഷോപ്പ്. എന്നിട്ട് എനിക്കൊന്നും ഏത്തക്ക അപ്പമോ എന്തോ കഴിച്ചെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. അപ്പം ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എൻ്റെ എതിരെ ഒരാൾ വന്നിരുന്നു. ഹലോ, എന്താ പേര്? ചേസ് ജോസഫ്. കോളേജിൽ പഠിക്കുക അല്ലേ? അതെ. ഏതിനാണ് പഠിക്കുന്നത്? ഡിഗ്രി 2ാം വർഷം. ഓക്കെ. പെട്ടെന്ന് പുള്ളൊരു ചോദ്യം ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. എന്താ ചോദിച്ചേ? മനസ്സിലായില്ല. അല്ല, കർത്താവ് ഇപ്പോൾ എന്നാൽ സ്വർഗത്തിൽ പോവോ? ഞാൻ പറഞ്ഞു, അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കേൾക്കണേ. Did you hear me? What's the conversation? I will repeat that conversation again. He asked me, are you saved? I said, I don't know what you're speaking about. He asked me the next question, will you go to heaven if you die today or Christ comes today? I said, no chance. Then he said, you are not born again. If you are born again, if you are saved, you will know from where you are saved. Are you saved from hell? Don't know. That means you are not saved. He communicated the gospel to me across the table.
I was listening because I wanted to follow the Lord. I wanted to know how I can get that truth. Then I understood I was the wickedest sinner. I told you that story, I think. I was a pretentious person, full of self-righteousness. But God broke me and made me confess my sins, and I cried bitterly because I understood I can only be thrown into hell. And then I was born again that day. I saw the truth that Christ died for me. And eternity is there with Christ. I understood that. Then many years afterwards, in 2016, I was speaking in a congregation in Church of God, Kanyikuri. I was speaking there. I told this story. I told them I was born again. I was saved when I was in this city studying in that college. Then a man showed his hand from the back bench, and he told me it was my hotel. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എത്ര വർഷം കഴിഞ്ഞു? 2004, 2011, 22 വർഷങ്ങൾക്ക് ശേഷം ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ വാസ് സേവ്ഡ് ഇൻ യുവർ ഹോട്ടൽ? പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നതിന് അതിനു വേണ്ടിയാണ്. വൈകിട്ട് പിള്ളേർ വന്ന് ചായ കുടിക്കാനിരിക്കുമ്പോൾ അപ്പുറത്തെ കസേരയിൽ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ഒരാൾ കാണും, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ ഒരാൾ കാണും. ഈവാഞ്ചലിസ്റ്റുകൾ മുഴുവൻ അതിനകത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ 4 മണി മുതൽ 6 മണി വരെ ഒരു ചായ കുടിയാണ് അതിനകത്ത്. അതിനിടയിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, എൻ്റെ പ്ലാനിങ്. ദൈവം എന്തു മനോഹരമായിട്ടാണ് എന്നെ ഇതിനകത്ത് ഇറക്കിയതെന്ന് വളച്ച് കൊണ്ടുവന്ന്. ദൈവം നമ്മളെ വളച്ചെടുക്കുമായിരുന്നു. എങ്ങനെ വളച്ചെടുത്തത്? ഒരു ബോധവുമില്ലാതെ നടന്ന് സയൻസിനെ അന്വേഷിച്ച് നടന്ന് എന്നെ ആദ്യം സയൻസിനെ പൊട്ടിച്ചു അകത്തുനിന്ന്. പിന്നെ കർത്താവിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് ബോധ്യം തന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നാൽ നിങ്ങൾക്ക് വരെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് കുടിച്ചിട്ട് പോവുള്ളൂ. ബട്ട് ഗോഡ് പ്രിപ്പയർഡ് മീ, ബെൻഡ് മൈ വിൽ ആൻഡ് മെയ്ഡ് മീ റെഡി ടു ഫ്രീലി അക്സെപ്റ്റ് ദ ഗോസ്പൽ. ഞാൻ ഇതുകൊണ്ട് സന്തോഷമായിട്ട് സുവിശേഷം സ്വീകരിക്കുക. പക്ഷേ കർത്താവ് എൻ്റെ മേൽ പണി തുടങ്ങിയിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, എത്ര വർഷമായിട്ട് പണിയുന്നു അവിടെ എന്നെ എത്തിക്കാൻ വേണ്ടി. ആ പോയിന്റിൽ എന്നോട് സുവിശേഷം പറയേണ്ട രീതിയിൽ പറയാനുള്ള ആളുടെ ബസ് പോലും ലേറ്റ് ആകാതെ കൃത്യമായ പ്ലാനിങ്ങിൽ, എക്സിക്യൂഷനിൽ ദൈവം അത് ഓപ്പറേഷൻ നടത്തിയെടുത്തു. ഞാനിത് ഇന്ന് ആലോചിക്കുമ്പോൾ ഐ ആം അമേസ്ഡ് ബൈ വാട്ട് ഗോഡ് ഹാസ് ഡൺ. ഇന്ന് നിങ്ങളിത് കേൾക്കുന്നത് ഷുഡ് ബി എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്, എവറി വൺസ് ലൈഫ്. കാരണം നമ്മൾ പോകുന്ന വഴി ക്രിസ്തുവിൻ്റെ വഴി അല്ല നമ്മൾ കണ്ടെത്തുമ്പോൾ ദ ട്രൂത്ത് ഷുഡ് ഹാവ് ദ പവർ ടു സെറ്റ് us ഫ്രീ. നമ്മൾ ഈ മെഷീൻസിനകത്ത് കുരുങ്ങി, സത്യം എന്തായാലും കുഴപ്പമില്ല ബ്രദറെ, എൻ്റെ അപ്പനും അമ്മയൊക്കെ ഈ മതത്തിനകത്താണ്, അവരങ്ങനെ വിശ്വസിക്കുന്നത്, ഞാനും അതിനകത്ത് പോവുക. ചില ആൾക്കാർ എൻ്റെ വല്യപ്പനെ അടക്കി അതേ ശവക്കുട്ടയിൽ എന്നെ അടക്കണം. പക്ഷേ വല്യപ്പനിട്ട് അതേ നരകത്തിലിടുന്ന ഒരു കാര്യം വരുമ്പോഴാണ് നമ്മുടെ പ്രശ്നം ഗുരുതരമാകുന്നത്. സോ ഓൾ ദീസ് ട്രഡീഷൻസ് ആർ മേക്കിംഗ് us slaves. അതുകൊണ്ട് നമ്മുടെ സഭയിൽ കുട്ടികൾ രക്ഷിക്കപ്പെടും. ഞാനൊരു ദിവസം ഒരു യൂത്ത് ക്യാമ്പിൽ പോയപ്പോൾ ഞാനവരോട് ചോദിച്ചു, മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കൈപൊക്കാൻ പറഞ്ഞു. 3 പേര് കൈപൊക്കി. ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സൗദിയിൽ എവിടെയോ. അപ്പോൾ ഞാൻ ഈ 3 പേരെ വിളിച്ച് മാറ്റിയിരുത്തി. ബാക്കിയുള്ളവരോട് ഇനി സുവിശേഷം പറയണം. അപ്പോൾ ഈ 3 പേരിൽ ഒരു കൊച്ചിനോട് ചോദിച്ചു, നീ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കൈപൊക്കിയല്ലോ, എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ പോയത്. അതിന് അവിടെ പോയി സ്നാനപ്പെട്ടു. ഓക്കെ, അപ്പോൾ രക്ഷിക്കപ്പെട്ടു. അവന് മനസ്സിലായിട്ടില്ല. അപ്പോൾ 3 എന്നുള്ള സംഖ്യ എത്രയായി? 2 ആയി. വേറൊരു കൊച്ചിനോട് ചോദിച്ചു, നീ എങ്ങനെ? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അന്യഭാഷ പറഞ്ഞത്, ആത്മാവിലായത്. അപ്പോൾ ആത്മാവിലെ രക്ഷിക്കപ്പെട്ടല്ലോ. അപ്പം 2 എന്നുള്ള സംഖ്യ എത്രയായി? 1 ആയി. കാരണം രക്ഷിക്കപ്പെട്ട ആൾ പറയണം, എന്നെ സ്വർഗത്തിൽ കയറ്റാൻ, നരകത്തിൻ്റെ തീയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. അത് പറയാൻ പറ്റുന്നില്ല. അവസാനം 3ാമത്തെ കുട്ടിയോട് ചോദിച്ചു, ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടോ? എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, കഴിഞ്ഞ ദിവസം ICPF ക്യാമ്പിന് പോയപ്പോൾ അവിടെ അങ്കിൾമാർ പറഞ്ഞു, കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു,
നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഞാനത് വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, അത്രയും കറക്റ്റാണ്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ കുട്ടി അത്ര എത്തിയായിരുന്നു. അപ്പം ഞാൻ കുട്ടിയോട് പറഞ്ഞു, നീ പറഞ്ഞിടത്തോളം ശരിയാണെങ്കിലും നിൻ്റെ പാപങ്ങൾ കഴുകിയതുവരെ ആയുള്ളൂ. നീ ദൈവത്തിൻ്റെ മകളായ കാര്യം അറിഞ്ഞോ? സ്വർഗത്തിൽ പോകുമെന്നുള്ള വാഗ്ദത്തം നിനക്കുണ്ടെന്ന് നിനക്ക് മനസ്സിലായോ? നിനക്ക് സ്വർഗത്തിൽ കർത്താവിൻ്റെ വലിയൊരു ധനം വെച്ചിട്ടുണ്ടെന്നും അത് ഈ ലോകത്തിലെ ഏതു മാലിന്യങ്ങളെയും വിട്ടോടുവാൻ നിനക്ക് ശക്തി തരുന്ന ഒരു ധനത്തിൻ്റെ സമൃദ്ധി ക്രിസ്തുവിൽ നിനക്ക് സ്വർഗത്തിലുണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അന്നേരം ആ കൊച്ചനോട് ചോദിക്കുക, അതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്കിളെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വീണ്ടും ജനനം എന്താണെന്ന് പോലും ആ കൊച്ചിന് മനസ്സിലായിട്ടില്ല. ഒരു ഇമോഷണലി ആ കരഞ്ഞു, പാപത്തെക്കുറിച്ച് പറഞ്ഞു, പാവം കരഞ്ഞു, രക്ഷിക്കപ്പെട്ടെന്ന് വിശ്വസിച്ചു. ശരിക്കും ഞാൻ ആ കസേരയെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ ദുഃഖം അത്ര ഭയങ്കരമായിരുന്നു. കാരണം വി ആർ ഓൾ ഇൻ ഡാർക്ക്നെസ്. ഞാനെന്നിട്ട് രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. മക്കളെ, ഒരിക്കലായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മളും അവൻ്റെ കൂടെ മരിച്ചു. ഇതെങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇത് പിള്ളേർക്ക് വേണ്ടിയാണ്, പിന്നെ എല്ലാവർക്കും വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഉണ്ടെന്ന് പറയാം, എൻ്റെ പാസ്റ്ററെ ഇവരാരും വീണ്ടും ജനിച്ചവരല്ലേ? ഞാൻ ചോദിച്ചു, നോക്ക്, നിങ്ങൾ ചോദിച്ചു നോക്ക്. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ജനിക്കാത്ത പിള്ളേരോടാണോ ഞാൻ ഈ ലൈറ്റ് ഓൺ ചെയ്യ്, കസേര നേരിടുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു, അതെ. ഇവരെല്ലാ പണിയും ചെയ്യും, പാട്ടും പാടും, നല്ല ട്യൂണിൽ ആരാധിപ്പിക്കും, എല്ലാവരെ കൊണ്ടും ആരാധിപ്പിക്കും. ഇവരുടെ ട്യൂണിനകത്താണ് നമ്മുടെ ആരാധന മൊത്തം ഇരിക്കുന്നത്. അവർ നിർത്തിയാൽ നമ്മൾ നിർത്തും. ട്രെയിൻഡാ. ഈ നിങ്ങൾ നോക്കിയാൽ ഈ പിള്ളേരെ വഴിതെറ്റിക്കുന്ന ഒരു പ്രധാന പരിപാടിയാണ് വർഷിപ്പ് ലീഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി. അത് ഈ ഇങ്ങനെ ഇവിടെ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇയാളങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറി നമ്മളെ കരയിപ്പിക്കാനല്ലാതെ അവർ ദൈവത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. ആ ട്യൂണിനകത്ത്, കീബോർഡിനകത്ത്, റിതം ബോർഡിനകത്തുമാണ് ഈ ആത്മാവ്. അത് നിർത്തിയാൽ നമ്മൾ നിർത്തും. ഇതാണ് പിള്ളേർ വിചാരിക്കുക, ഞങ്ങൾ സേവ്ഡായി, ഞങ്ങൾ പള്ളിയിലകത്ത പിള്ളേരാണ്, ഞങ്ങൾ ഡ്രം അടിക്കുമ്പോഴാണല്ലോ ആത്മാവ് വരുന്നത്, അപ്പം അത്രയും പവർഫുള്ളായി ഞങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞ്. വളരെ ലളിതമായിട്ട് രക്ഷ എന്താണ്, വിശ്വാസത്താൽ മാത്രം വരുന്നത് അതെന്താണ് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പിള്ളേരിത് ശരിക്കും കേട്ടോണം. ഫെയ്ത്ത് ഈസ് ദ അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് എവിഡൻസസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. നമ്മൾ നിത്യമായ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് ആ സാധനം? നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ജോലിയില്ല, കർത്താവേ ജോലി തരണേ. അപ്പോൾ ഇല്ലാത്തതാണോ കാണാത്തതാണോ? ഇല്ലാത്ത ചോദിക്കുക. നാട്ടിലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, വീട് തരണേ. അത് ഇല്ലാത്തതാണോ കാണാത്തതാണോ? വീടുണ്ട് പക്ഷെ കാണാത്തതാണോ? ഇല്ലാത്തതാണ്. കാണാത്ത കാര്യം എന്താ? നമ്മുടെ നടുവിൽ കർത്താവുണ്ട്, കാണുന്നില്ല. കാണാത്ത കാര്യം അല്ലേ? ആണോ? അതില്ലാത്ത കാര്യമാണോ? അല്ല. അപ്പോൾ ഇല്ലാത്ത കാര്യം കാണാത്ത കാര്യം തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്നായി. പക്ഷെ ശരിക്കും എന്താണ് വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ഈ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചതെന്ന് മനസ്സിലാവും. ഓക്കെ, വാട്ട് ഡിഡ് ഗോഡ് ക്രിയേറ്റ് ഫസ്റ്റ്? നേരത്തെ എൻ്റെ പ്രസംഗം കേട്ടുള്ളവർക്ക് ഇത് പറയാൻ പറ്റും. പറയാം, വാട്ട് ഡിഡ് ഗോഡ് ക്രിയേറ്റ് ഫസ്റ്റ്? Heavens and the earth? No. Genesis chapter 1 verse 1. അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. പറയാം. No. Light comes later on. Think. Adam is on the 6th day. What? Time. In the beginning means what? Time started ticking. Right?
അപ്പോൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ there are three things which came into existence together: time, space and matter. When you say heavens, it's the space. When you say earth, it's the matter. And when you say time, it is time. Space, time and matter. Science says these three things always come together, exist together. Okay? Time. നമുക്ക് ഈ ടൈം എന്ന് പറഞ്ഞ സാധനം എന്താണ്? ടൈം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാരുടെ തലയിൽ അത് ശരിക്കും കയറാത്തൊരു സാധനമാണ് ടൈം. മിക്കവാറും എല്ലാ ഇക്വേഷനകത്തും ടൈം ഉണ്ടെങ്കിലും ഇതെന്താ സാധനം എന്ന് അത് മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് വീൽ ചെയറിൽ ഇരുന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരറിയാം എന്താ? സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഞാൻ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ടൈം ലൈൻ എന്താണെന്ന് ഞാനിവിടെ വരയ്ക്കാൻ പോകണം. ഓക്കെ, ദൈവം ടൈം ഇൻ ദ ബിഗിനിങ്, ദാറ്റ് മീൻസ് ക്ലോക്ക് സ്റ്റാർട്ടഡ് ടിക്കിംഗ്, then heavens and the earth, then on the third day, fourth day, slowly what happened? This earth which we are living was formed, and sun was there and the moon was there, and slowly all the living organisms were created, and the sixth day man was created. Okay, and then Adam, Eve, Seth, Habel, Noah, Abraham, then Moses, important people, Moses, then David, then prophets, Isaiah, Jeremiah, Ezekiel, Daniel, and like this, the Old Testament saints, all the Old Testament saints, and Jesus Christ coming into the world, and then apostles. I am speaking to you now, the time is going to end. This is the timeline. ഇതാണ് കാണുന്ന ലോകം. ദിസ് ഈസ് ദ വേൾഡ് വിച്ച് വി ക്യാൻ സീ, ക്രിയേറ്റഡ് ഇൻ ടൈം. ദാറ്റ്സ് വൈ ഇൻ 2 Corinthians chapter 4 verse 18 says, what we see are transient. It's only for a temporal time, only for some time. It's transient. നമ്മൾ കാണുന്നതെല്ലാം, ഈ ദൃശ്യപ്രപഞ്ചമെല്ലാം താൽക്കാലികമാണ്. കാണാത്തതാണ് നിത്യം. That means what was there before time began is eternal. Do you understand? ഈ സമയം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന എറ്റേണൽ തിങ്സ് ആണ്. അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു സമയത്തിന് മുമ്പ്? നിത്യതയിൽ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ആൻഡ് ഇൻ എറ്റേണിറ്റി ബിഫോർ ടൈം ബിഗാൻ, God did a very wonderful thing. What did he do before time began? 2 Timothy chapter 1 verse 9. Read very fast. We have 5 minutes more. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം സകല കാലത്തിനും മുൻപ്, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം ആണോ? ഹൗ ഇസ് ദാറ്റ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്? Can you read from any version that you may have? 2 Timothy chapter 1 verse 9. He has saved us and called us to a holy life, not because of anything we have done, but because of his own purpose and grace. This grace was given to us in Christ Jesus before the beginning of time. Wow. Before the beginning of time. What a beautiful translation. Before time began, God elected us in Christ. How did he elect? See, ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന് ആദ്യം കാണുന്ന പോലെ തന്നെ അവസാനം കാണാം, അല്ലേ? You look at this timeline that I drew, you can see the beginning of time and the end of time at the same time. Am I right? When God created the timeline, God could see the beginning and end at the same time. It means while Adam was still sinning in the Garden of Eden, he could at the same time see Christ dying for me and I preaching to you and then eternity. Everything God could see. Do you agree with me?
നമ്മുടെ പ്രവാചകന്മാർക്ക് വരെ അറിയില്ല അടുത്ത വർഷം വിടുതൽ വരുന്ന കാര്യം. അപ്പം പിന്നെ ദൈവത്തിന് അറിയാൻ മേലെ. ഹി നോസ് എവറിത്തിങ്. അപ്പോൾ അവൻ ഈ ടൈം ലൈനിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാർ, അവനിൽ വിശ്വസിക്കുന്നവർ, അവൻ്റെ ജനം, ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ, പിന്നെ ഞാൻ. എൻ്റെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. ഗോഡ് പിക്ഡ് ദം. ഇതാന്ന് വെച്ചോ, ഗോഡ് പിക്ഡ് ദം. ഇതെന്താണെന്നറിയാമോ? ഇത് ഒക്ടോബർ 4-ാം തീയതി ഞാൻ കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൈസൂറിലേക്ക് ബസ്സിനെടുത്ത ടിക്കറ്റാണ്. ഇതിവിടെ വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ ഷാർജയിൽ വന്നിട്ട് ഇത് എന്ത് ചെയ്യാനാ? പക്ഷെ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്നറിയാമോ? അത് ഈ പേഴ്സിനകത്ത് ഇരിക്കുമായിരുന്നു. അങ്ങനെ വന്നതാ. ഇനി നിങ്ങൾ എഫേസ്യർ 1:4 വായിച്ചു നോക്കി. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. കേട്ടോ അത് മതി. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇനി ഈ കർത്താവ് എവിടെ പോയാലും ബാക്കി പറ. കർത്താവ് എവിടെ പോയാലും ഞാനും ഉണ്ടോ? വിശ്വസിച്ച് നോക്കി. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ എവിടെ ആയിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം നിങ്ങൾ മറന്നു പോകുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഞാൻ പറഞ്ഞു, ഓർമ്മയില്ലേ ഇവിടെ? അതുപോലെ റോമർ 6:6 എന്താ പറയുന്നത്? ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനോട് ക്രൂശിക്കപ്പെട്ടിരുന്നു. വി ഡൈഡ് വെൻ ക്രൈസ്റ്റ് ഡൈഡ്. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് us. For if one person died for all died with him, in him. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, 4 പിള്ളേർ എനിക്കുണ്ട്. ഈ 4 പിള്ളേരുടെ ഫീസ് ഞാൻ കോളേജിൽ കൊണ്ട് അടച്ചു. രസീത് തരുമ്പോൾ ഉണ്ടല്ലോ, അവരെൻ്റെ പേര് തരില്ല, പിള്ളേരുടെ പേരിലാണ് കൊടുക്കുന്നത്. ആമേ റൈറ്റ്? നിങ്ങൾ എത്ര രൂപ കൊണ്ട് ഫീസ് കൊടുത്താലും നിങ്ങളുടെ പേര് രസീത് കിട്ടില്ല. അധ്വാനിച്ചുണ്ടാക്കിയത് നിങ്ങളാണെങ്കിലും അവിടെ പോയി ഇരിക്കുന്ന ഒരു പണിയും ചെയ്യാത്ത നിങ്ങളുടെ പിള്ളേരുടെ പേരിലാണ് അവരെന്ത് ചെയ്യുന്നത്? രസീത് കൊടുക്കുന്നത്. ചിൽഡ്രൻ ഗെറ്റ് ദ റെസീറ്റ്സ് ആൻഡ് പേരൻസ് മേക്ക് ദ പേയ്മെൻറ്റ്. കർത്താവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. പക്ഷെ മരിച്ചു എന്നുള്ള രസീത് ആർക്കാണ് കിട്ടിയേക്കുന്നത്? വിശ്വസിച്ചേ, ഞാൻ മരിച്ചു, വിശ്വസിച്ചോ? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നത് മാത്രമല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന നാം അവന്റെ പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരും. ഓക്കെ, അപ്പൊ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് എങ്ങനെയാ പട്ടാളക്കാർക്ക് മനസ്സിലായത്? എങ്ങനെയാ മനസ്സിലായത്? അവർ കുന്തം കൊണ്ട് കുത്തി നോക്കി. അപ്പൊ നമ്മളും കൂടെ മരിച്ചില്ലേ? നമ്മളും മരിച്ചോ എന്ന് എങ്ങനെ അറിയാം? ആരെങ്കിലും കുത്തി നോക്കിയാൽ പോരെ? അപ്പോൾ ആരുടെ എന്നെ കുത്തുന്നതെന്ന് വെച്ചാൽ മരിച്ചിട്ടില്ല. എന്നെ അവരൊട്ടും ബഹുമാനിക്കുന്നില്ല. മരിച്ചവൻ എന്താ ബഹുമാനിക്കാന്? ആ ചർച്ച ചെന്നിട്ട് അവരെന്നെ തിരിഞ്ഞു നോക്കിയില്ല ബ്രദറെ. മരിച്ചവൻ എന്നാ തിരിഞ്ഞു നോക്കാൻ? അവരെന്നെ റവാന്ന് വിളിച്ചില്ല. ചത്തുപോയവനെ റവാന്ന് വിളിച്ചിട്ട് എന്ത് കാര്യം? ഇന്നേ വരെ മരിച്ച ഒരാൾ എഴുന്നേറ്റ് എൻ്റെ ശവസംസ്കാരം ഇത് പോരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയല. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ പരാതിയുള്ളൂ. മരിച്ചാൽ പിന്നെ നമുക്കൊരു പരാതിയില്ല. അങ്ങനെ മരിച്ചാൽ മാത്രമേ നമ്മുടെ പാപജഡം നിശബ്ദമാവുകയുള്ളൂ. ഇത് നമ്മളൊന്നും ചെയ്യണ്ട. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അത് കർത്താവ് സാധിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ചാൽ മതി, ഞാൻ മരിച്ചു. അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്നാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടെ യു വിൽ ഓൾസോ ബിക്കം പാർട്ടേക്കേഴ്സ് ഇൻ ഹിസ് റിസറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ വിൽ ഓൾസോ ബിലീവ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് നൗ ഇൻ മീ, ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഇങ്ങനെ മാത്രം ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കർത്താവ് മരിച്ചപ്പോൾ നമ്മളും മരിച്ചു. ഇനി കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? എഫേസ്യർ 2:6 ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ, കണ്ടോ, ഒന്നുകൂടെ കാണിക്കാം. ക്രിസ്തുയേശുവിൽ നമ്മെ
ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുന്നേ? സത്യം പറയുള്ളൂ, എന്നോട് കള്ളം പറയരുത്. എവിടെ ഇരിക്കുന്നേ? ഉള്ള സത്യം പറഞ്ഞാൽ എവിടെ നിങ്ങൾ ഇരിക്കുന്നത്? ഇപ്പം ഷാർജയിൽ യൂണിയൻ ചർച്ച് ഹാളിൽ 2-ാം നമ്പർ മുറിയിൽ കുറേ നേരമായിട്ട് ഒരുത്തം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിത് കേട്ടുകൊണ്ട് ഇതെപ്പോൾ തീരുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല സത്യം? ഇനി വിശ്വാസത്തിലൊന്ന് നോക്കി. കാണാത്ത കാര്യം. എന്താ കാണാത്ത കാര്യം? നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? എവിടെ ഇരിക്കുന്നേ? സ്വർഗത്തിലാണോ ഇരിക്കുന്നേ? ഏതാ നിത്യം? കാണാത്തതാണോ കാണുന്നതാണോ? പറ. കാണുന്നതാണോ നിത്യം? കാണാത്തതാണോ നിത്യം? അപ്പൊ നമ്മൾ ഓൾറെഡി എവിടെ ഇരിക്കുന്നത്? വിശ്വസിക്കുന്നവർ ഓൾറെഡി എവിടെ ഇരിക്കുന്നത്? അപ്പൊ എത്ര പേര് സ്വർഗത്തിൽ ഇരിപ്പുണ്ട്? വിശ്വാസത്തിൽ നോക്കിയേ. എന്നിട്ട് ആ സ്വർഗത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ താഴോട്ട് നോക്കി നമ്മൾ എങ്ങനെ ജീവിക്കുന്നതെന്ന്. എന്തൊരു കഷ്ടമല്ലേ. ഇവിടെ നശിച്ചു പോകുന്ന കുമിളകൾക്ക് വേണ്ടി പാഞ്ഞു നടക്കുക. അവിടെ വലിയ ധനത്തിന് നടുക കർത്താവ് ഞങ്ങൾ ഇരുത്തിയിട്ട്. ഇതിനെക്കുറിച്ച് ഒരൊറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഈ ലോകത്തിൻ്റെ വൃത്തികേടുകൾ, മോഹങ്ങൾ, വഞ്ചനകൾ, ദൈവത്തിന് യോജിക്കാത്ത ലോക വീക്ഷണങ്ങൾ, അതിനെതിരെല്ലാം ഉള്ളൊരു മറുപടി 2 പത്രോസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വാക്യം കൂടെ വായിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും. ഇത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. തന്റെ മഹത്വത്താലും വീര്യത്താലും നല്ല അവിടെ എഴുതിയിരിക്കുന്നത് തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നാണ്. We are called to his glory and to his excellence. That means our target is God's glory and his excellence. അടുത്ത വാക്യം. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. Can someone read that in English? His divine power has given us everything we need for a godly life through our knowledge of Him who called us by His own glory and goodness. Through these, He has given us of His very great and precious promises. Okay. Read on. So that through them you may participate in the divine nature, having escaped the corruption in the world caused by evil desires. Okay. So we have evil desires which makes us slaves to the world. How is God saving us? By giving us a great blessing in Christ. Great promises. അവിടെ എന്താ പറയുന്നത്? തൻ്റെ മഹത്വത്താലും വീര്യത്താലും, ഗ്ലോറി ആൻഡ് എക്സലൻസ്, നിങ്ങളെ വിളിച്ചവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ പരിജ്ഞാനത്താൽ, ആത്മാവിൻ്റെ ദിവ്യശക്തിയാൽ നമുക്ക് ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള എല്ലാ ധനവും നൽകിയിരിക്കുന്നു. അല്ലാതെ ഇവിടെ ജീവിക്കുന്നവരല്ല പറഞ്ഞേക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ വേണ്ടി ആത്മാവ് തരുന്ന ധനത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പറയാണ്, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അവൻ എന്നെ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം കർത്താവ് പറയും, അതിനുള്ള ധനവും കൂടെ നിനക്ക് തന്നിട്ടുണ്ട്. അതാണ് ഈ ക്രിസ്തുവിൻ്റെ ധനസമൃദ്ധി എന്ന് പറയുന്നത്. ആരോട് വേണമെങ്കിലും നമുക്ക് ക്ഷമിക്കാം, ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, ആത്മാവിൻ്റെ ധനത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നത്ര നമ്മൾ ധനവാന്മാരാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള ധനവും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഭക്തിയോടെ ജീവിക്കാനുള്ള ഉണ്ട്. എന്നിട്ട് പറയാണ്, അതിനാൽ അവൻ നമുക്ക് വലിയ പ്രോമിസസ് നൽകിയിരുന്നു. ഹി ഹാസ് ഗിവൺ us ഗ്രേറ്റ് ആൻഡ് ബിഗ് പ്രോമിസസ്, ഗ്ലോറിയസ് പ്രോമിസസ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുവാൻ. അപ്പോൾ ലോകം നമ്മളെ മോഹിപ്പിക്കും, നശിപ്പിക്കും. അങ്ങനെയല്ലേ? മോഹത്താലുള്ള നാശം. The world will catch us in our desires and also destroy us by those desires. അവിടെ നിന്ന് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ധനത്താൽ നിറയുന്ന അനുദിന ജീവിതവും വാഗ്ദത്തങ്ങളിലേക്കുള്ള നോട്ടവും വേണം. We need to be caught in by the precious and great promises that the Lord gives us. ഈ ആണയാലാണ്, ഈ വാഗ്ദത്തങ്ങളാലാണ്, ഉറപ്പിലാണ് ഇന്ന് മക്കളോട് പറയുന്ന, മക്കളെ, ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങളെ വശീകരിച്ചാലും ട്രൂത്ത് ക്രിസ്തുവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ആ ട്രൂത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഹെവൻലി സപ്ലൈ നിങ്ങൾക്കുണ്ടാകും. എന്തോറും ക്രിസ്തുവിൻ്റെ ധനത്തിന് വേണ്ടി മോഹിക്കുന്നവരായി മാറും. ലോകത്തിൻ്റെ മോഹം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നിങ്ങൾ ആഭരണം ഊരിയാൽ നിങ്ങളുടെ ലോകത്തോടുള്ള മോഹം പോകില്ല, പക്ഷെ ക്രിസ്തുവിൽ വന്നാൽ അത് പോകും. നിങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചാൽ കളറിനോടുള്ള ആസക്തി പോകില്ല, പക്ഷെ കർത്താവിൽ വന്നാൽ എല്ലാ ആസക്തിയും പോകും. വെള്ളവസ്ത്രത്തോടുള്ള ആസക്തിയും പോകും,
എന്തായാലും കുഴപ്പമില്ല എന്നോ. കാരണം കർത്താവല്ലാതെ വേറെ വാല്യുബിളായിട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത്രയും ധനസമൃദ്ധി നൽകാൻ കർത്താവിന് കഴിയും. അവർ ചിൽഡ്രൻ ഷുഡ് ബി ഷോൺ ദാറ്റ് റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് ദാൻ ദ റിച്ചസ് ഓഫ് ദ വേൾഡ്. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ലോകക്രമത്തെ ജയിക്കാൻ, ലോകത്തിൻ്റെ പോരാട്ടം, എനിക്ക് അതിനെക്കുറിച്ച് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ടുമോറോ. എനിവേ അറ്റ്ലീസ്റ്റ് വി ഹാവ് സം ടൈം ടു ഡിസ്കസ് ഇറ്റ്. കാരണം ഇവിടെ പറയുന്ന പോരാട്ടം നമ്മൾ പറയത്തില്ലേ, എഫ് എസ് ലേഖനത്തിലൊക്കെ പറയുന്നത് ഭയങ്കര പോരാട്ടമാണ് ബ്രദർ എന്ന് പറയത്തില്ലേ, വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ പറയത്തില്ലേ. അതെന്താ ഈ സാധനം? അവിടെ പറയുന്നത് ലോകത്തിൻ്റെ കാലഗതിയെ നിയന്ത്രിക്കുന്ന വാഴ്ചകളും അധികാരങ്ങളുമാണ്. അതായത് ഈ യൂബർ സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ, മെട്രോസെക്ഷൽ എന്താണ് പറയുന്നത്, ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാത്ത, ജെൻഡർ തിരിച്ചറിയാൻ പറ്റാത്ത, ലോകത്തിൻ്റെ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്ന ആരാന്നറിയോ? ഈ ലോകത്തിൻ്റെ അധികാരികളാണ്. അല്ലാതെ നമ്മുടെ വിസ തടയാൻ വേണ്ടി നിൽക്കുന്ന അല്ല ഇവിടുത്തെ വിഷയം. യഥാർത്ഥ വിഷയം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ കാലഗതിയോട് പോരാടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ കാലഗതി നമ്മൾ ഒരു കാലത്ത് അനുസരിച്ചിരുന്ന് ലോകം പോകുന്ന വഴിക്കാണ് നമ്മളും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ജോൺ സ്റ്റോട്ട് പറഞ്ഞതുപോലെ, സെർമൺ ഓൺ ദ മൗണ്ടിൽ പറയുന്ന പോലെ, എല്ലാവരും അങ്ങോട്ട് പോകുമ്പം നമ്മൾ നേരെ എക്രോസ് നടക്കും, തിരിച്ചു നീന്തും. That's called a Christian counter culture that takes us to the real truth. That's Jesus Christ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ ധനം, അങ്ങയുടെ പുത്രൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന, തേജസ്സിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഉന്നതമായ വിളി ഞങ്ങളുടെ മക്കളുടെ എല്ലാം ജീവിതത്തിൽ കർത്താവേ, ഏറ്റവും വർത്തിയായിട്ടുള്ള ലൈഫ്, ലോക വ്യൂ, അത് അങ്ങ് കേന്ദ്രമായി വരുന്ന ആ പെർഫെക്ഷനിലേക്ക് കർത്താവെ നോക്കുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിലെ ഫിൽത്ത്, ആശയാലുള്ള നാശം, ഇതെല്ലാം ഒഴിവായി ക്രിസ്തുവിൻ്റെ മഹത്വത്താൽ കർത്താവെ ഞങ്ങൾ ജീവിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.